ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സുപ്രധാന നിയമങ്ങളാണ്. സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT ചാപ്റ്റർ, പഴയ SCERT ചാപ്റ്റർ, അതുപോലെ തന്നെ പുതിയ SCERT ചാപ്റ്റർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് LDCന് വരുന്ന പരീക്ഷകൾക്കൊക്കെ ആയിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ ഓരോ സബ്ജക്റ്റും ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ട പഴയ SCERT ചാപ്റ്റർ, പുതിയ SCERT ചാപ്റ്റർ, അതുപോലെ തന്നെ NCERT ക്ലാസ്, അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്ത് പോകുന്നത്. അപ്പോൾ ഇനി സുപ്രധാന നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ചാപ്റ്റർ ഇതുപോലെ തന്നെ ഒരു ടോപ്പിക് ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നില്ല. കാരണം നമുക്ക് SCERTയിലൊക്കെ അങ്ങനെ അധികം പറയുന്നില്ല. നമുക്ക് പഴയ SCERTയിൽ പറയുന്നുണ്ട്, പുതിയ SCERTയിലും പറയുന്നുണ്ട്. പുതിയ SCERTയിൽ ഈ ഉപഭോക്തൃ കമ്മീഷനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ അല്ലാതെ നമ്മൾ NCERTയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ, NCERTയിൽ എങ്ങനെയാണ് ചാപ്റ്റേഴ്സ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പഴയ SCERTയും പുതിയ SCERT ആണ്. പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട സുപ്രധാന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വരുന്നത് ഇവിടെ വിവരാവകാശ കമ്മീഷനാണ്. വിവരാവകാശ കമ്മീഷൻ നമുക്ക് പുതിയ SCERTയിൽ അങ്ങനെ എടുത്ത് പറയുന്നില്ല, പക്ഷേ പഴയ SCERTയിൽ വിവരാവകാശ കമ്മീഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉപഭോക്തൃ കമ്മീഷനെ കുറിച്ച്, ഉപഭോക്തൃ സംരക്ഷണത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 10ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ബാലാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, പിന്നെ വനിതാ കമ്മീഷനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പുതിയ SCERTയിൽ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് അധികം ഡീപ്പായിട്ട് നമുക്ക് പഠിക്കേണ്ട വരുന്നില്ല. പക്ഷേ ഉപഭോക്തൃ കമ്മീഷനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് നമുക്ക് SCERTയിൽ എടുത്ത് പറയുന്നുണ്ട്. പുതിയ SCERTയിൽ തന്നെ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കാം. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരുന്നതെന്ന് പറഞ്ഞു, ആ ഒരു ചാപ്റ്ററൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും SCERT ചാപ്റ്റേഴ്സ് നമ്മൾ ഒരു ക്ലാസ്സിലൂടെ മാത്രം ചെയ്യുന്ന രീതിയിൽ കുറച്ചധികം സബ്ജക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സുപ്രധാന നിയമങ്ങളും അതുപോലെ തന്നെ കേരള ഗവേണൻസ്, അതിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് നമുക്ക് SCERTയിൽ വരുന്നുള്ളൂ. അപ്പോൾ അതും കൂടിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ 2-3 സബ്ജക്റ്റ് മാത്രമാണ് നമ്മളിങ്ങനെ ഇനി പെൻഡിങ് ആയിട്ട് കിടക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ് ചെയ്തിരുന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ SCERT സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടുവെന്ന് വിചാരിക്കുന്നു. കാണാത്തുണ്ടെങ്കിൽ ഇത് പോയി കാണാം. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ പഴയ SCERTയും പുതിയ SCERTയും NCERTയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്കും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, LDC ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ത്യ ഹിസ്റ്ററി ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ഇന്ത്യ ഹിസ്റ്ററിയിൽ നമ്മൾ എല്ലാ ടോപ്പിക്കും SCERTയും പഴയ SCERTയും പുതിയ SCERTയും NCERTയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അഡീഷണലായിട്ട് വരുന്ന SCERT ക്ലാസ് ഏതാണെന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, SCERT ചാപ്റ്റേഴ്സ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഇന്ത്യ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. ഓരോ സബ്ജക്റ്റും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന പാഠഭാഗങ്ങളും അതിനുശേഷം അതിൻ്റെ ആ ഒരു സബ്ജക്റ്റിൻ്റെ മൊത്തം PYQ, അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ തന്നെ നമ്മൾ ഓരോ ടോപ്പിക്കിനും PYQ ചെയ്തിട്ടുണ്ട്, ആ ക്ലാസ്സുകളും കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതിനുശേഷം നമുക്ക് സുപ്രധാന നിയമങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ തരാം കേട്ടോ. പുതിയ SCERT ഒക്കെ നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. 5ാം ക്ലാസ് മുതൽ ഓരോ സബ്ജക്റ്റിനും ഏത് ക്ലാസ് എന്നുള്ളത് അങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ട് കറക്റ്റായിട്ട് പ്ലേലിസ്റ്റിൽ. അതുപോലെ തന്നെ NCERT ക്ലാസ്സുകൾ നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ചാപ്റ്റർ പഴയ SCERT ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പൊതുഭരണം എന്നാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പൊതുഭരണത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. നമുക്കത് കേരള ഗവേണൻസ് എടുക്കുമ്പോൾ ആ ഒരു ഭാഗത്തിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് ആവശ്യം വരുന്നത് ഏതാണ്? വിവരാവകാശമാണ് അല്ലേ. ഈ ഒരു ചാപ്റ്ററിലാണ് വിവരാവകാശത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നോക്കാം. നമുക്കറിയാം ഈ വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ ഒക്കെ നമുക്ക് ഇനി വരുന്ന അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനൊക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലും ഉപകാരപ്രദമാവും അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷനിലും ഇപ്പോൾ നമുക്ക് വിവരാവകാശ കമ്മീഷൻ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലും ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങളിലും ആ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോഴത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കുക. വിവരാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷനും, വിവരാവകാശ കമ്മീഷനും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, പിന്നെ ഉപഭോക്തൃ വരുന്നില്ല. ഈ രണ്ട് കൂടുതലായിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ഈ സുപ്രധാന നിയമങ്ങളിലും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ 2 ടോപ്പിക്സ് എന്തായാലും നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതിനുശേഷം ബാക്കി ടോപ്പിക്സ് നോക്കാം കേട്ടോ.
പറയാനുള്ള അവകാശം. ഇവിടെ നമുക്ക് നോക്കിയേ, വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് എന്താണ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് ഇവിടെ തുടക്കത്തിൽ തന്നെ പറയുന്ന വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ചിട്ടുള്ളൊരു മറുപടിയാണ് കാണുന്നത്. നമ്മുടെ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ഒരു സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അതിനുള്ള അദ്ദേഹം ഒരു വിവരാവകാശത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി ഇവിടെ കൊടുത്തത് കാണാനായിട്ട് സാധിക്കും. വിഷയം എന്താണ്? വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരങ്ങൾ നൽകുന്നത് സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരായാം. ഇതിനുള്ള അവസരം ഒരുക്കിയത് 2005 വിവരാവകാശ നിയമമാണ്. അപ്പോൾ നമുക്ക് 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അറിയാനുള്ള ഒരു അവകാശം, നമുക്കറിയാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഈ 10th പ്രിലിംസ് എക്സാമിനും ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വിവരാവകാശ കമ്മീഷന് നേതൃത്വം നൽകിയത് ആരാണ്, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന മുൻ സംഘടന ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. രാജസ്ഥാനിലാണ് അല്ലേ. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. വിവിധ സംഘടനകളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഇടപെടലുകളും 2005 വിവരാവകാശ നിയമത്തിന് വഴിയൊരുക്കി. ഇത് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ 2005 വിവരാവകാശ നിയമം വന്നതെന്ന് പഠിച്ചു വെച്ചിരിക്കാം. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു. കൂടാതെ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും ഈ നിയമത്തിലൂടെ കഴിയുന്നു. അപ്പോൾ അത് നമുക്ക് വിവരാവകാശ കമ്മീഷൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. പഠിച്ചു വെച്ചിരിക്കുക. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അഴിമതി നിയന്ത്രിക്കുക 1, 2 ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുക 2, മൂന്നാമത് എന്താണ്? ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക 3, നാലാമത് പൊതുസ്ഥാപനങ്ങളെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കുക 4. അപ്പോൾ ഈ 4 ലക്ഷ്യങ്ങളും പഠിച്ചു വെച്ചിരിക്കാം. എന്തൊക്കെയാണ്? അഴിമതി നിയന്ത്രിക്കുക, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുക, ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക, പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കുക. ഇനി എന്താണ് വിവരാവകാശ കമ്മീഷൻ? വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടും കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുണ്ട് വിവരാവകാശ കമ്മീഷൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുണ്ട്, സംസ്ഥാന വിവരാവകാശ കമ്മീഷനുണ്ട്. ഇതിൽ എത്ര അംഗങ്ങളുണ്ടായിരിക്കും? മുഖ്യ വിവരാവകാശ കമ്മീഷണറും അതുപോലെ തന്നെ 10ൽ കവിയാത്ത അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ 11 പേരാണ് ടോട്ടലി ആയിട്ട് നമ്മുടെ വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കുക. ഒരാൾ ആരായിരിക്കും? കമ്മീഷൻ ചെയർമാൻ ആയിരിക്കും അല്ലേ. നാം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയാണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മേൽ 250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? നാം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്പീൽ നൽകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ കൊടുത്ത ഒരു വിവരങ്ങൾ, നമുക്ക് ഇതിനു വേണ്ടി ചോദിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ കമ്മീഷൻ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മേൽ ഓരോ ഉദ്യോഗസ്ഥന് മേലും 250 രൂപ വീതമാണ് പിഴ ശിക്ഷ ഈടാക്കുന്നത്. അപ്പോൾ 250 മുതൽ 25,000 രൂപ വരെയാണ് മാക്സിമം. ചോദിക്കുകയാണെങ്കിൽ 25,000 രൂപ വരെയാണ്. മിനിമം ആണ് 250 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ഭാഗം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി നമ്മുടെ മനസ്സിൽ ഇത് തറമായിരിക്കും. ഇനി എന്തൊക്കെയാണ് വിവരങ്ങൾ എന്ന് പറയുന്നത്? ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവര കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാവുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പൊതുവിവരത്തിൽ പെടും.
അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു വെച്ചിരിക്കുക, കാരണം ചോദിക്കാറുണ്ട് കേട്ടോ, ഉയരങ്ങളിൽ വരാത്തതൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് എളുപ്പത്തിലുള്ള തന്നെയാണ് വരിക. നമുക്ക് ഏകദേശം ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയാണ് ഉയരങ്ങളെന്ന് പറയുന്നത്. എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഓപ്ഷൻസ് വരാറുള്ളത്. എന്നാലും പഠിച്ചു വെച്ചിരിക്കാം. ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയല്, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശം, ഉത്തരവ്, കരാറ്, സ്ഥിതിവിവരക്കണക്ക്, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിട്ടുള്ള വിവരങ്ങൾ, ഇമെയിൽ, പൊതുവികാരികൾക്ക് ലഭ്യമാവുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പൊതുവിവരത്തിൽ പെടുന്നുണ്ട്. ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ്. എന്താ പറയുന്നത്? ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്ന് പറയുന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ്. എന്നാൽ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ ഇവിടെ എടുത്ത് പറയുന്ന ഈ 3 പോയിന്റ്സ് ഉണ്ടല്ലോ, ഇത് പഠിച്ചു വെച്ചിരിക്കുക. കാരണം നമുക്ക് ഓപ്ഷനിൽ ഈ 3 പോയിന്റ്സ് ആണ് ചോദിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല ഇത് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്താണ്? രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങളും, കോടതി പരിഗണനയിലുള്ളവയും, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങളൊന്നും എന്തിൽ വരുന്നില്ല? വിവരം എന്ന് പറയുന്നതിൽ വരുന്നില്ല. അപ്പോൾ വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നമുക്ക് ഇത്രയാണ് പഠിക്കാനായിട്ടുള്ളത്. പക്ഷെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുമ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ തന്നെ അതിൽ SCRTയും പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ അഡീഷണൽ പോയിൻറ്റ്സും നമ്മൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് സേവനാവകാശമാണ്. എന്താണ് സേവനാവകാശം നോക്കാം. സർക്കാർ ഓഫീസുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു ബോർഡ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. സേവനാവകാശ നിയമം, പരീക്ഷാ ഭവനിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? വിവിധ പരീക്ഷകളുടെ നടത്തിപ്പ്, SSLC ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് ട്രിപ്ലിക്കേറ്റ് വിതരണം, മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് നൽകൽ, അങ്ങനെ പ്രധാനമായിട്ടും എന്തൊക്കെ സേവനങ്ങളാണ് അവിടെ കൊടുക്കണേന്നുള്ളത് പറയുന്നുണ്ട്. ഏതൊക്കെ സേവനങ്ങളാണ് ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് ലഭിക്കുക എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ പറയുന്ന അവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് നമുക്ക് പൊതുഭരണം, കേരള ഗവേണൻസിൽ വരുന്ന ടോപ്പിക്സുകളൊക്കെ കേരള ഗവേണൻസിലും ഈ അവകാശങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കേരള ഗവേണൻസ്, സുപ്രധാന നിയമങ്ങളൊക്കെ എന്താണ് ഇതുമായിട്ട് കണക്ട് ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുവായിട്ട് പഠിച്ച് വയ്ക്കേണ്ട ചാപ്റ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഈ ഒരു 3 ഭാഗത്ത് നമുക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാനിനി കേരള ഗവേണൻസ് എടുക്കുമ്പോൾ ഈ പ്രധാനമായിട്ടും ഈ അവകാശങ്ങളെക്കുറിച്ച് പിന്നെ പറയുന്നില്ല കേട്ടോ. കേരള ഗവേണൻസിനെ കുറിച്ച് വരുന്ന ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞത് കേരള ഗവേണൻസും പിന്നെ ഞാൻ വേറൊരു അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ക്ലാസ് എടുക്കുന്നില്ല. കേരള ഗവേണൻസ് ഇപ്പോൾ വേറെ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ വരുന്നുണ്ടല്ലോ, അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ഈ അവകാശങ്ങളെ കുറിച്ചിട്ട് വീണ്ടും കേരള ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എടുക്കുന്നില്ല. അപ്പോൾ മനസ്സിലാക്കി വെച്ചിരിക്കുക, നമ്മൾ കേരള ഗവേണൻസ് അതുപോലെ തന്നെ ഈ ഈ സുപ്രധാന നിയമങ്ങൾ, അതുപോലെ തന്നെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഈ അവകാശങ്ങൾ. അതുപോലെ തന്നെ ജനാധിപത്യ സ്ഥാപനങ്ങളുണ്ടല്ലോ, ആ സ്ഥാപനങ്ങൾ ഒക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനുണ്ട്, കേരള ഗവേണൻസിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ കമ്മീഷൻസിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുപ്രധാന നിയമങ്ങളിൽ പഠിക്കാനായിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും അതിന് വേണ്ടിയിട്ടൊരു ക്ലാസ് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ സേവനാവകാശം മനസ്സിലായല്ലോ. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ ഒടുക്കണമെന്ന വ്യവസ്ഥയും നിയമത്തിലുണ്ട്. സേവനാവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായിട്ടൊരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അർഹതപ്പെട്ട സേവനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പൗരന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിവരാവകാശ നിയമത്തിനെ പോലെ തന്നെ പിഴ ഈടാക്കാനായിട്ട് പറ്റും ഉദ്യോഗസ്ഥർക്കെതിരെ. പൊതുസമൂഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് മറ്റു നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ പൊതുഭരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ശരിക്കും പറയുന്ന ഒരു ചാപ്റ്ററിൽ പൊതുഭരണം ആണല്ലോ പേര് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക്
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പൊതുഭരണത്തെക്കുറിച്ചിട്ട് ഇവിടെ പറയുന്നത് കേട്ടോ. പൊതുഭരണത്തിലും എന്താണ് നമ്മുടെ കേരള ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലും ഈ ഒരു അവകാശങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ SCERT തൊട്ട് പറയണേ നോക്കാം. അതിലാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് സുപ്രധാന നിയമങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഈ 3 വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദിനം എന്ന് പറയുന്നത്? ഡിസംബർ 10 അല്ലേ? ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കാരണമാണ് ഡിസംബർ 10 എന്നുള്ള ഡേറ്റ് വന്നതെന്ന് നമുക്ക് നോക്കാം. മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കിയിട്ട് പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നതെന്നാണ് 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ന്യൂഡൽഹിയാണ് കമ്മീഷൻ്റെ ആസ്ഥാനം. കമ്മീഷൻ്റെ ആസ്ഥാനം എന്താണ്? ന്യൂഡൽഹിയാണ് കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ന്യൂഡൽഹിയാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. അപ്പോൾ എത്ര അംഗങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ? 6 അംഗങ്ങളാണ് ഉള്ളത്. ആരുൾപ്പെടെ? ചെയർപേഴ്സൺ ഉൾപ്പെടെ അല്ല, അതാണെങ്കിൽ 5 അംഗങ്ങളുള്ളൂ. വിരമിച്ച ആരായിരിക്കും അധ്യക്ഷൻ എന്ന് പറയുന്നത്? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ എന്ന് പറയുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷം അല്ലെങ്കിൽ 75 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? 1993 ഒക്ടോബർ 12 നിലവിൽ വന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതുപോലെ തന്നെ എന്താ പറഞ്ഞു? എത്ര അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു? 6 അംഗങ്ങളാണുള്ളത്. ചെയർപേഴ്സൺ ഉൾപ്പെടെയാണ് 6 അംഗങ്ങളുള്ളത്. അതുപോലെ തന്നെ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ചീഫ് ജഡ്ജി ആയിരിക്കും ഇവിടെ ആരായി വരുന്നത്? അധ്യക്ഷനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. പിന്നെ എത്രയായിരുന്നു കാലാവധി? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം വന്നത്. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പറഞ്ഞു. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് അല്ലേ. മനുഷ്യാവകാശ കമ്മീഷനുകളും അതുപോലെ തന്നെ കോടതികളും സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ വന്നത്. 1993 സെപ്റ്റംബർ 28 കേട്ടോ. 1993 സെപ്റ്റംബർ 28 എന്ത് വന്നത്? ഈ നിയമം നിലവിൽ വന്നത്. 1993 സെപ്റ്റംബർ 28. ഇത് പ്രകാരമാണ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത്. ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവഹിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യാവകാശ നിയമമാണെന്നുണ്ടെങ്കിലും ഇതിലെന്തൊക്കെ പറയുന്നുണ്ട്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, മനുഷ്യാവകാശ കോടതി, വനിതാ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവയെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, നീക്കം ചെയ്യൽ, കാലാവധി, കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ തുടങ്ങിയവ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വേറെ കമ്മീഷൻസ് ആയിട്ടുള്ള ഏതൊക്കെ കമ്മീഷൻസ് പറഞ്ഞു? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. അതുപോലെ തന്നെ വനിതാ കമ്മീഷനെ കുറിച്ചിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട്. കമ്മീഷൻ്റെ അന്വേഷണ നടപടിക്രമം
റിപ്പോർട്ട് സമർപ്പിക്കൽ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, പ്രവർത്തന അന്വേഷണ നടപടിക്രമങ്ങൾ എന്നിവയും നിയമത്തിൽ നിഷ്കർഷിക്കുന്നു. ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യ പരിഗണനയ്ക്കും അന്തസ്സിനും വേണ്ട ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ളതോ ഇന്ത്യ അംഗീകരിച്ച അന്തർദേശീയ ഉടമ്പടികൾ പ്രകാരം നടപ്പിൽ വരുത്താവുന്നതായ അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യ പരിഗണനയ്ക്കും അന്തസ്സിനും വേണ്ടി ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ളതോ ഇന്ത്യ അംഗീകരിച്ച അന്തർദേശീയ ഉടമ്പടി പ്രകാരം നടപ്പിൽ വരുത്താവുന്നതായ അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ഇപ്പം അടുത്ത് നടന്ന എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടോ, ലാസ്റ്റ് ഗ്രേഡിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡിനായിരുന്നു, പ്രിലിംസിന് LDCക്കായിരുന്നു തോന്നുന്നുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ എന്ന് പറയുന്നത്. എന്താണ് ചുമതലകൾ പെടാത്തത് എന്ന് ചോദിച്ചിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക, ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, മനുഷ്യാവകാശ പരിരക്ഷ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക, നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികൾ കക്ഷി ചേരുക, ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, മനുഷ്യാവകാശ പരിരക്ഷ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക, നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. ഇനി എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടോ അതുപോലെ തന്നെ മനുഷ്യാവകാശ നിയമവും പഠിച്ചു. ഇനി എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാനമായി സംസ്ഥാനങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷനുകൾ നിലവിലുണ്ട്. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനങ്ങളിലുള്ളതാണ് അല്ലേ. എന്നാണ് നിലവിൽ വന്നത്? 1998 ഡിസംബർ 11 നിലവിൽ വന്നത്. അതുപോലെ തന്നെ 3 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. ചെയർപേഴ്സൺ ഉൾപ്പെടെയാണ് 3 അംഗങ്ങൾ. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ചീഫ് ജഡ്ജി ആയിരിക്കും, ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ മനുഷ്യാവകാശങ്ങൾക്ക് നിസ്തുലമായ സ്ഥാനമാണുള്ളത്. മനുഷ്യനെന്ന നിലയിൽ അന്തസ്സോടെയും അഭിമാനത്തോടെയും സ്വന്തം അവകാശങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് ജനാധിപത്യ സംവിധാനം പൂർണ്ണവും അർത്ഥവുമാകുന്നത്. പൗരരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ച് അതിലൂടെ ജനാധിപത്യത്തിൻ്റെ വ്യാപനം ഉറപ്പാക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സുപ്രധാന പങ്കുവഹിക്കുന്നു. അപ്പോൾ ഇതാണ് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ 2 ടോപ്പിക്ക് നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷനിലൂടെ കുറച്ച് ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. തുല്യനീതി ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത്, ലിംഗസമത്വം ഉറപ്പുവരുത്തുക, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരുടെ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രധാന ചുമതല എന്താണ്? സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രധാന ചുമതല.
എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്? 1992 ജനുവരി 31-നാണ് സ്ഥാപിതമായത്. ചെയർപേഴ്സണും 5 അംഗങ്ങളും 1 മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും 1 മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും തുല്യതയും അവകാശ സംരക്ഷണത്തിനുമായി വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് ദേശീയ വനിതാ കമ്മീഷനുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്? ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. നിലവിൽ വന്നത് 1992 ജനുവരി 31-നാണ് നിലവിൽ വന്നത്. അതുപോലെ തന്നെ പിന്നെന്താണ് പറഞ്ഞത്? ചെയർപേഴ്സണും 5 അംഗങ്ങളും 1 മെമ്പർ സെക്രട്ടറിയാണ് കമ്മീഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഈ അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? കേന്ദ്ര സർക്കാരാണ്. കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ദിനം, ഇൻ്റർനാഷണൽ വുമൺസ് ഡേ എന്ന് പറയുന്നത് എന്നാണ്? മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറയുന്നത്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളും വിവേചനങ്ങളും തടയുക, സാമൂഹിക മുന്നേറ്റത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത്. മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറയുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുക, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിൽ എല്ലാത്തര വിവേചനങ്ങൾക്കും അതീതമായി സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക തുടങ്ങിയവ ഈ ദിനാചരണത്തിലൂടെ ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യം വയ്ക്കുന്നു. അപ്പോൾ മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറയുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഇനി എന്താണ് ചുമതലകൾ എന്ന് പറയുന്നത്? എന്തിൻ്റെ ചുമതലകളാണ് പറയുന്നത്? ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക, സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക, സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. സ്ത്രീകളുടെ അവകാശങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായുള്ള നിയമങ്ങൾ രാജ്യത്ത് നിലവിലുണ്ട്. കുറേ നിയമങ്ങളുണ്ട്. ഏതൊക്കെയാണ് നിയമങ്ങളെന്ന് നോക്കാം. സ്ത്രീധന നിരോധന നിയമം 1961. സ്ത്രീധന നിരോധന നിയമം എന്നാണ് 1961. സ്ത്രീധനം എന്ന ദുരാചാരം സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിനും സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും വേണ്ടി 1961 പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻധാരണകൾ പ്രകാരമോ നൽകുന്ന ധനമാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത തുകയോ ആഭരണങ്ങളോ സ്വത്തോ കൊടുക്കാമെന്നുള്ള വാഗ്ദാനമാണ് ഒരാളെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നതെങ്കിൽ അതും സ്ത്രീധനമാണ്. ഈ നിയമപ്രകാരം സ്ത്രീധനം സ്വീകരിക്കുന്നതും നൽകുന്നതും കുറ്റകരമാണ്. അപ്പോൾ സ്ത്രീധന നിരോധന നിയമം 1961 നിലവിൽ വന്നത്. ഇനി എന്താണ് ഗാർഹിക പീഡന നിരോധന നിയമം? 2005 ഗാർഹിക പീഡന നിരോധന നിയമം വന്നത്. നമ്മുടെ രാജ്യത്ത് 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത്. 2006 ഒക്ടോബർ 26 ജീവിത പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ് ഈ നിയമം. സ്ത്രീത്വത്തെ അഭിമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിന് വിശാല നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും നിയമം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമം വന്നത് 2006 ഒക്ടോബർ 26.
ഇനി എന്താണ് സംസ്ഥാന വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്? സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നാണ് വന്നത്? 1996 മാർച്ച് 14-നാണ്. 1996 മാർച്ച് 14-നാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. തിരുവനന്തപുരമാണ് ആസ്ഥാനം. കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ കവയിത്രി സുഗതകുമാരിയായിരുന്നു. ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ, അപ്പോൾ 5 അംഗങ്ങളുണ്ട് അല്ലേ? ചെയർപേഴ്സണെ കൂടാതെയാണ് 4 അംഗങ്ങൾ. അപ്പോൾ 5 അംഗങ്ങളാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അംഗങ്ങളെന്ന് പറയുന്നത്. 5 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവ കമ്മീഷൻ്റെ ചുമതലകളിൽ പെടുന്നു. അപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷൻ നിലയിൽ വന്നത് 1996 മാർച്ച് 14-നാണ്. ആരായിരുന്നു ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്? സുഗതകുമാരിയായിരുന്നു. ആസ്ഥാനം തിരുവനന്തപുരമാണ്. പിന്നെ എത്ര അംഗങ്ങളുണ്ടായിരിക്കും? 5 അംഗങ്ങളുണ്ടായിരിക്കും. ചെയർപേഴ്സൺ കൂടാതെ 4 അംഗങ്ങളുണ്ടായിരിക്കും. 5 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാ പൗരരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ലിംഗനീതി അതിലേറ്റവും പ്രധാനമാണ്. സ്ത്രീകളുടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കപ്പെടുന്നതിലൂടെ മാത്രമേ അത് പൂർണ്ണമാകുകയുള്ളൂ. സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധമായ പ്രവണതകളെ നിയമപരമായി മറികടക്കുന്നതിന് വേണ്ട നടപടികൾ വനിതാ കമ്മീഷൻ കലാകാലങ്ങളിലായിട്ട് സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ലിംഗനീതി ഉറപ്പുവരുത്തുന്ന ഇത്തരം ഇടപെടലുകളിലൂടെ സ്ത്രീകൾക്ക് തുല്യാവകാശവും അവസരവും ഉറപ്പാക്കി ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ വനിതാ കമ്മീഷൻ സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്. ഇനി എന്താണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത്? അപ്പം നമ്മൾ അടുത്ത ടോപ്പിക്കും കഴിഞ്ഞു അല്ലേ? വനിതാ കമ്മീഷനും കഴിഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ്. ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച്, ഇപ്പോൾ കുറേ ന്യൂനപക്ഷങ്ങളായിട്ട് കൂട്ടിയിട്ടുണ്ട് അല്ലേ? രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. മതഭാഷ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് കമ്മീഷൻ്റെ സുപ്രധാന ചുമതല എന്ന് പറയുന്നത്. മതഭാഷ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചിട്ട് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നാണ് നിലവിൽ വന്നത്. 1993 മെയ് 17 നിലവിൽ വന്നത്. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, 5 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ആരാണ്? ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങളും. അപ്പോൾ എത്ര അംഗങ്ങളുണ്ട്? ടോട്ടൽ 7 അംഗങ്ങളുണ്ട് അല്ലേ? 7 അംഗങ്ങളാണുള്ളത്. 2 ആൾ ആരാണ്? ഒരു ചെയർപേഴ്സണും ഒരു വൈസ് ചെയർപേഴ്സണും ഉണ്ട്. ബാക്കി 5 അംഗങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന. ആരാണ്? രാഷ്ട്രപതിയാണ്. അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് നിർവഹിക്കാനുള്ളത്. അപ്പോൾ എന്നാണ് നിലവിൽ വന്നത്? 1993 മെയ് 17 നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ അംഗങ്ങൾ എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് നിയമിക്കുന്നത്. രാഷ്ട്രപതിയാണ് അംഗങ്ങളെ നിയമിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. ഇനി ചുമതലകൾ എന്തൊക്കെയാണ്? ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക, ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശുപാർശകൾ നടത്തുകയും ചെയ്യുക, ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക, ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശുപാർശകൾ നടത്തുകയും ചെയ്യുക, ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ഇനി എന്താണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത്?
സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. എന്നാണ് നിലവിൽ വന്നത്? 2013 കേട്ടോ. 2013 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങൾ തന്നെയാണ് കേട്ടോ. 4 അംഗങ്ങളാണ്. അപ്പോൾ ടോട്ടൽ എത്ര അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു? 6 അംഗങ്ങളുണ്ട്. ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്, ഇവിടെ നമ്മൾ എത്രയാണ് പറഞ്ഞത്? തെറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലേ, ഇവിടെ 5 അംഗങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിൽ എത്രയാണ് അംഗങ്ങൾ? 4 അംഗങ്ങളും ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണാണ് ഉണ്ടായിരിക്കുന്നത്. ഇവർ നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. 3 വർഷം തന്നെയാണ് കാലാവധി എന്ന് പറയുന്നത്. ഭരണഘടനാനുസൃതമായി മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചുമതലയാണ്. ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമായി നടപടികൾ ശുപാർശ ചെയ്യുന്ന കമ്മീഷനാണ്. അപ്പോൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 2013. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. സംസ്ഥാന ഗവൺമെൻറ്റാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. 3 വർഷമാണ് കാലാവധി എന്ന് പറയുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തവും ഉൾച്ചേരലും ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രധാനമാണ്. ന്യൂനപക്ഷ ഭാഷാ വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ, സാംസ്കാരിക വിഭാഗങ്ങൾ തുടങ്ങിയവരുടെ ഉന്നമനവും പുരോഗതിയും ഇതിന് അത്യന്താപേക്ഷിതമാണ്. ഇതോടൊപ്പം ന്യൂനപക്ഷ ക്ഷേമം ഭൂരിപക്ഷത്തിൻ്റെയും ചുമതലയാണെന്ന പൊതുബോധം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ന്യൂനപക്ഷ കമ്മീഷൻ നടത്തുന്ന ശ്രമങ്ങൾ ജനാധിപത്യത്തിൻ്റെ വ്യാപനത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്നു. ഇനി എന്താണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്നത്? അപ്പം ന്യൂനപക്ഷ കമ്മീഷൻ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ ജവഹർലാൽ നെഹ്റു എന്നൊക്കെ ഒരു കോഴ്സ് പറയുന്നുണ്ട് അല്ലേ. പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താവിനിമയത്തിനുമാണ്. അല്ലെങ്കിൽ നാം ചെയ്യുന്ന മറ്റൊന്നും ഫലപ്രദമാകുകയില്ല. സ്കൂളുകൾ, ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ എന്നിങ്ങനെ പലതും ആവശ്യമാണെന്നത് സുവ്യക്തമാണ്. എന്നാൽ നാം അവരുടെ ജീവിത രീതിയിൽ ഇടപെടുകയില്ല എന്നും സ്വന്തം രീതി അനുസരിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുക മാത്രമേ ചെയ്യുന്നു നാം എപ്പോഴും ഓർമ്മിക്കണം. വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും നിലവിൽ വന്നത്. ഇതിനോടൊപ്പം അവരുടെ സാംസ്കാരിക വൈവിധ്യങ്ങളും സവിശേഷതകളും സംരക്ഷിക്കുക എന്ന പ്രാധാന്യമാണ്. 2004 2 കമ്മീഷനുകളും നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു 3 അംഗങ്ങൾ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 5 അംഗങ്ങൾ അല്ലേ. 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് കാലാവധി. 3 വർഷമാണ്. അപ്പോൾ എന്നാണ് പറഞ്ഞത്? പട്ടികജാതി വർഗ കമ്മീഷൻ 2 കമ്മീഷൻ നിലയിൽ വന്നത് 2004. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റേ 3 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. അപ്പോൾ 5 അംഗങ്ങളാണ്. അതുപോലെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ആസ്ഥാനം ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഇനി പട്ടികജാതി പട്ടികവർഗ നിയമങ്ങൾ പറയുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ നിയമം 1989 എന്ന് പറയുന്നത് അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമമാണ്. 1989 പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, ഇത്തരം കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, ഇവരുടെ സ്വാസ്ഥ്യത്തിനും പുനരധിവാസത്തിനും നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ഉദ്ദേശ്യങ്ങളോടെ നിലവിൽ വന്ന നിയമമാണ് പട്ടികജാതി പട്ടികവർഗ നിയമം എന്ന് പറയുന്നത്. 1989 നിയമം നിലവിൽ വന്നത്. ഈ നിയമം പട്ടിക വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കും നിയമലംഘനങ്ങളും എന്തെന്ന് കുറ്റക്കാർക്കുള്ള ശിക്ഷകൾ നടപടികൾ എന്തെല്ലാമെന്നും ഇവരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കണമെന്നൊക്കെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ചുമതലകൾ എന്ന് പറയുന്നത്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക, പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് വിലയിരുത്തുക. എന്തൊക്കെയാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക, അവരുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, ക്ഷേമത്തിനായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് വിലയിരുത്തുക.
ഇനി സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. കേരളത്തിലെ പട്ടികജാതി പട്ടിക ഗോത്ര വർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ. ചെയർപേഴ്സണും മറ്റു 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഗവർണറാണ് ഇവരെ നിയമിക്കുന്നത്. 3 വർഷമാണ് കാലാവധി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുകയും അനന്തര നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് പ്രധാന ചുമതല. കൂടാതെ പ്രസ്തുത വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നതിനും പുരോഗതി ഉറപ്പാക്കുന്നതിനൊക്കെ കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷനാണ്. ചെയർപേഴ്സണും മറ്റു 2 അംഗങ്ങളും ഉൾപ്പെടുന്നത് അല്ലേ, 3 അംഗങ്ങളിൽ. അപ്പോൾ 3 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഗവർണറാണ് നിയമിക്കുന്നത്. 3 വർഷമാണ് കാലാവധി. ചരിത്രഗതിയിൽ സാമൂഹികമായി പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ജനവിഭാഗങ്ങളുടെ സജീവമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാവുകയുള്ളൂ. അവരുടെ സവിശേഷമായ പാരമ്പര്യ അറിവുകളും സംസ്കാരവും തനിമ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതോടൊപ്പം ആധുനിക സമൂഹത്തിൽ ഈ ജനതയുടെ ഉൾച്ചേരലും ഉറപ്പാക്കേണ്ടതുണ്ട്. ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഈ പ്രക്രിയയുടെ ആക്കം കൂട്ടുകയും ജനാധിപത്യത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനാണ്. അപ്പോൾ നമ്മളുടെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡോക്ടർ BR അംബേദ്കറിൻ്റെ ഒരു പ്രസംഗം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ. പിന്നാക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കുമെന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നയം. ഈ സമുദായങ്ങളെയെല്ലാം സമൂഹത്തിലേക്ക് ഉയർത്തുവാനാണെങ്കിൽ അതിനൊരേ ഒരു പോംവഴി താഴ്ന്ന നിലയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക മാത്രമാണ്. രാജ്യത്തെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നുണ്ട്. 1993 കമ്മീഷൻ നിലവിൽ വന്നത്. 1993 കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ചേർന്നതാണ് കമ്മീഷൻ. അപ്പോൾ എത്രയാണ് ടോട്ടൽ അംഗങ്ങൾ എന്ന് പറയുന്നത്? 5 അംഗങ്ങളാണ് അല്ലേ. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉണ്ട്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് കാലാവധി. 2018 കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായത്. അപ്പോൾ പിന്നോക്ക അവസ്ഥയിലുള്ള ആൾക്കാരെ സംരക്ഷണം ഉറപ്പുവരുത്തുക, അവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതൊക്കെയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. കമ്മീഷൻ നിലവിൽ വന്നത് 1993 5 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും. കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. 2018 ഭരണഘടനാ പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്നത്? പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുക. പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമായുള്ള ശുപാർശകൾ നൽകുക. പിന്നാക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ക്ഷേമത്തിന്, പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുക. അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ പരിശോധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകുക. പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. ഇനി എന്താണ് കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുന്നത്? എന്നാണ് നിലവിൽ വന്നത്? 1993 നിലവിൽ വന്നത്. 3 വർഷമാണ് കാലാവധി. പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ച് പ്രസ്തുത ജനവിഭാഗങ്ങളെ സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും കമ്മീഷന്റെ ചുമതലയിൽപ്പെടുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? 1993 നിലവിൽ വന്നത്. 3 വർഷമാണ് കാലാവധി.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇനി ജനാധിപത്യത്തിൻ്റെ വ്യാപനം, സ്ഥാപനങ്ങളുടെ പങ്കെന്ന് പറഞ്ഞിട്ട് ഒരു UPSCനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുകൂടിയും കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരുണ്ടോ. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ വ്യാപനം, സ്ഥാപനങ്ങളുടെ പങ്ക്, അതായത് നമ്മൾ സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞല്ലേ. അപ്പോൾ അത് വിശാലമായ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസംഖ്യയും സാംസ്കാരിക വൈവിധ്യങ്ങളുമുള്ള നമ്മുടെ രാജ്യത്തെ വിവിധ ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവസര സമത്വവും സാമൂഹിക നീതിയും പങ്കാളിത്തമൊക്കെ ഉറപ്പുവരുത്തണമെന്നൊക്കെ ജസ്റ്റ് വായിച്ചു പോകാവുന്നുള്ളൂ. എന്താണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ UPSC എന്ന് പറയുന്നത്? UPSC വന്നത് എന്നാണ് നോക്കാം. ഭാരത സർക്കാർ നിയമനങ്ങൾക്കായി സ്ഥാപിതമായ ഭരണഘടനാ സ്ഥാപനമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ UPSC എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 320 പ്രകാരമാണ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ചെയർപേഴ്സണും 10 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. 10 രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 6 വർഷമോ 65 വയസ്സോ ആണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്നത് UPSC ആണ്. കേന്ദ്ര സർക്കാരിൻ്റെ സേവനങ്ങളിലേക്ക് നിയമനത്തിലൂടെ പരീക്ഷകളുടെയും അഭിമുഖങ്ങളുടെയും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കമ്മീഷന്റെ മുഖ്യ ചുമതലയാണ്. സംസ്ഥാനങ്ങളിൽ സർക്കാർ സേവനങ്ങൾക്കായിട്ട് നിയമനങ്ങൾ നടത്തുന്നതാണ് അതാത് സംസ്ഥാനങ്ങളിലെ PSC ആണ്, പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കേരളത്തിൽ ഇതിനെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC എന്ന് വെച്ചാൽ ഭാരത സർക്കാർ നിയമനങ്ങൾക്കായി സ്ഥാപിതമായിട്ടുള്ളതാണ്, നിയമനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിതമായതാണ്. അനുച്ഛേദം 326 പ്രകാരമാണ്. 11 അംഗങ്ങളാണ് ഉള്ളത്. ചെയർപേഴ്സണ് 10 അംഗങ്ങളും കമ്മീഷനിലുണ്ട്. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങളാണ് നടത്തുന്നത്. സംസ്ഥാനങ്ങളിലാണെന്നുണ്ടെങ്കിൽ കേരള PSC ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ കമ്മീഷൻസിനെ കുറിച്ചിട്ട് ചെറിയൊരു ബ്രീഫ്, എല്ലാത്തിനും കുറിച്ചിട്ട് ചെറിയൊരു ഭാഗം നൽകിയിട്ടുണ്ട്. അതിനെ പങ്കും തൊട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്ന് പറയുന്നത്? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട കമ്മീഷനാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്ന് പറയുന്നത്. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. 2007 മാർച്ച് 5-നാണ് കമ്മീഷൻ നിലവിൽ വന്നത്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളും, 7 അംഗങ്ങളിൽ അപ്പോൾ ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി തുടങ്ങിയവ കമ്മീഷൻ്റെ ലക്ഷ്യങ്ങളാണ്. കേരളത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിച്ചു വരണം. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 2007 മാർച്ച് 5-നാണ് നിലവിൽ വന്നത്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത് അല്ലേ. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി തുടങ്ങിയവയാണ് കമ്മീഷൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും എന്നാണ്. ദൈനംദിന ഉപയോഗങ്ങൾക്കായി നാം സാധനങ്ങളും സേവനങ്ങളും വാങ്ങാറില്ലേ? എവിടെയൊക്കെ നിന്നാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാകുന്നത്? എവിടെ നിന്നാണ്? ചെറിയ കടകൾ മുതൽ വലിയ കടകൾ വരെ ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും അല്ലേ. ഇവയെല്ലാം ലഭിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ചെറിയ കടകൾ മുതൽ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഓൺലൈൻ ശൃംഖലകൾ ഉൾപ്പെടുന്ന വിപണികളിൽ നിന്നുമാണ്. ഓൺലൈൻ ശൃംഖലയിൽ നിന്നും നമുക്ക് എന്ത് ലഭിക്കാറുണ്ട്? ഈ സാധനങ്ങളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് അല്ലേ. വിൽപ്പനക്കാരും വാങ്ങുന്നവരും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഇടത്തെ നമുക്ക് വിപണി അഥവാ കമ്പോളം എന്ന് വിളിക്കാം. എന്താണ് പറയുന്നത്? വിൽപ്പനക്കാരും വാങ്ങുന്നവരും തമ്മിലുള്ള അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഇടത്തെ നാം എന്തെന്ന് വിളിക്കാം? എന്താണ് വിളിക്കുന്നത്? വിപണി അല്ലെങ്കിൽ എന്താണ്? കമ്പോളം എന്ന് വിളിക്കാം അല്ലേ. ഓക്കെ. മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതിനെ ഉപഭോഗം എന്നും. എന്താണ് ഉപഭോഗം എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുക അല്ലേ. നമ്മളൊരു സാധനം നമുക്കൊരു എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് മിഠായി വാങ്ങിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ആവശ്യമായിരുന്നു, അപ്പോൾ നമ്മൾ പോയിട്ട് മിഠായി വാങ്ങിച്ചു ഇല്ലേ. അതിനെയാണെന്ന് പറയുന്നത്, അങ്ങനെ ഉപയോഗിക്കുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത് അല്ലേ. ഉപഭോഗം അല്ലെങ്കിൽ കൺസംഷൻ എന്ന് പറയുന്നത്.
പിന്നെന്താ പറയുന്നത്, വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ സാധന സേവനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളെയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ അതിന് വില കൊടുക്കാം അല്ലേ, നമുക്ക് അതിനുള്ള കറക്റ്റ് ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വില കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റുമോ? അല്ല. അതിന് ഈ രണ്ട് കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉപഭോക്താവ് എന്നാണ് പറയുന്നത്. നമ്മളൊരു മിഠായി വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആരാണ് അവിടുത്തെ ഉപഭോക്താവാണല്ലേ. നമ്മൾ എന്ത് സാധനങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപഭോക്താവാണ്. പക്ഷെ അത് നമുക്ക് പ്രൈസ് കൊടുത്ത്, അതായത് നമുക്ക് കാശ് കൊടുത്തിട്ടും വാങ്ങിക്കാം, അല്ലെങ്കിൽ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞ കരാറിൽ വാങ്ങിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉപഭോക്താവ് എന്നാണ് പറയുന്നത്, അതായത് കൺസ്യൂമർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. കൂടാതെ ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും ചർച്ച ചെയ്തതാണ്. അവ ഏതൊക്കെയാണെന്ന് ഇത് നോക്കാൻ പറയുന്നത്. എന്തൊക്കെയാണ്? സാധനങ്ങളുടെ വില അല്ലേ. സാധനങ്ങളുടെ വില എന്ന് പറയുന്നത് എന്താണ്? ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? എന്തൊക്കെയാണ് വരുന്നത്? സാധനങ്ങളുടെ വില വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗുണമേന്മ എന്ന് പറയുന്നത് ഗുണമേന്മ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഈ ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അതുപോലെ തന്നെ ന്യായമായ വില അല്ലേ, ന്യായവില. അതുപോലെ തന്നെ പെരുമാറ്റം, വിൽപ്പാനന്തര സേവനം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? വിൽപ്പാനന്തര സേവനം എന്ന് പറയുന്നതും ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സാധനങ്ങളുടെ വില, ഗുണമേന്മ, ന്യായമായ വില, പെരുമാറ്റം, വിൽപ്പാനന്തര സേവനം എന്നൊക്കെ പറയുന്നത് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ഉപഭോക്തൃ സംതൃപ്തി അല്ലെങ്കിൽ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ ഉപഭോക്താവിന് സംതൃപ്തി ലഭിക്കുന്നു. ഇത്തരത്തിൽ ലഭിക്കുന്ന സംതൃപ്തിയെ അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുമോ? ഇല്ല അല്ലേ. നമുക്ക് എങ്ങനെയാണ് സംതൃപ്തിയെ നമുക്ക് അളക്കാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ. ഇങ്ങനെ ഉപഭോക്താവിൻ്റെ സംതൃപ്തിയാണ് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും പ്രധാന ലക്ഷ്യം. അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഉപഭോക്താവിൻ്റെ സംതൃപ്തിയാണ് അല്ലേ. സംതൃപ്തി എന്നത് വ്യക്തിഗതവും ഓരോരുത്തരുടെയും മാനസിക അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നതിനാലും ഇത് ഗണിതപരമായി അളക്കുക പ്രയാസമാണ് അല്ലേ. നമ്മൊരു സാധനം വാങ്ങിച്ചത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ നമ്മൾ രണ്ട് ഉപഭോക്താവ് എടുക്കുകയാണ്. എനിക്ക് ചിലപ്പോൾ എന്തായിരിക്കും, ഇപ്പോൾ മിഠായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഡയറി മിൽക്കാണ് ഇഷ്ടം, ചിലപ്പോൾ വേറെ ആൾക്ക് എന്തായിരിക്കും ഇഷ്ടം ഉണ്ടായിരിക്കുക, ഇപ്പോൾ ബൗണ്ടറി എന്തെങ്കിലും ആയിരിക്കും ഇഷ്ടമായിട്ടുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ഡിഫറൻസ് അല്ലേ ഓരോരുത്തരുടെ എന്താണ് സംതൃപ്തി എന്ന് പറയുമ്പോൾ എനിക്ക് അത് വാങ്ങിച്ചതിലാണ് എനിക്ക് സംതൃപ്തി ഉള്ളത് അല്ലേ. അതുപോലെയാണ് സംതൃപ്തി എന്ന് പറയുന്നത് നമുക്ക് അളക്കാനായിട്ട് പറ്റും. ഓരോരുത്തരുടെ സംതൃപ്തി ഇല്ല അല്ലേ, അത് ഓരോരുത്തരുടെ ചൂസ് അനുസരിച്ചായിരിക്കും അല്ലേ. അതാണ് പറയുന്നത്. അത് ഈ സംതൃപ്തി എന്ന് പറയുന്നത് വ്യക്തിഗതവും ഓരോരുത്തരുടെയും മാനസിക അവസ്ഥയെ ആശ്രയിച്ചായിട്ടും ഇരിക്കുക അല്ലേ. എന്നാൽ സംതൃപ്തിയിൽ ഉണ്ടാകുന്ന ഗതിവിഗതികൾ അറിയണമെങ്കിൽ അത് നാം തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനുള്ള ആദ്യ ശ്രമം നടത്തിയത് ആൽഫ്രഡ് മാർഷൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഈ സംതൃപ്തി നമുക്ക് എടുക്കാനൊന്നും പറ്റുന്നില്ല, എന്നാലും നമുക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് തിട്ടപ്പെടുത്തേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ ഇതിനുള്ള ആദ്യ ശ്രമം നടത്തിയത് ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. ഓക്കെ. അപ്പോൾ ഉപഭോഗം വഴി ലഭിക്കുന്ന സംതൃപ്തിയെ സാധന സേവനങ്ങളുടെ ഉപയുക്തിയായി കണക്കാക്കാം. ഉപഭോഗം വഴി ലഭിക്കുന്ന സംതൃപ്തി എന്ന് പറയുന്നത് സാധന സേവനങ്ങളുടെ എന്തെയാണ് ഉപയുക്തിയായിട്ട് തന്നെ കണക്കാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആൽഫ്രഡ് മാർഷൽ ഇതിനെക്കുറിച്ചിട്ട് ചെറിയൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ആൽഫ്രഡ് മാർഷൽ അല്ലേ. ഇനി എന്താണ് ഉപയുക്തത അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ? ഒരു വസ്തു ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന സംതൃപ്തിയെ ഉപയുക്തത എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഒരു വസ്തു ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന സംതൃപ്തിയെ ഉപയുക്തത എന്നാണ് പറയുന്നത്. യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ ഒരു വസ്തു ഉപഭോഗം ചെയ്യുകയാണ്, അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തിയില്ലേ, നമ്മൾ പറഞ്ഞല്ലേ സംതൃപ്തി അളക്കാനൊന്നും പറ്റില്ല എന്നുള്ളത്. ഈ സംതൃപ്തിയാണ് എന്ന് പറയുന്നത് ഉപയുക്തത അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ ഉപയുക്തതയെ നമുക്ക് യൂട്ടിൽസ് എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കാം. ഈ ഉപയുക്തത, അതായത് ഒരു വസ്തു ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഈ സംതൃപ്തിയെ നമുക്ക് യൂട്ടിൽസ് എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കാനായിട്ട് പറ്റും. സാധന സേവനങ്ങളുടെ ഉപഭോഗത്തിലൂടെ ഉപഭോക്താവിന് ലഭിക്കുന്ന സംതൃപ്തിയെ എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് തിട്ടപ്പെടുത്താൻ കഴിയുമെന്ന് കാർഡിനൽ ഉപയുക്തവാദത്തിൽ പറയുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? സാധന സേവനങ്ങളുടെ ഉപഭോഗത്തിലൂടെ ഉപഭോക്താവിന് ലഭിക്കുന്ന സംതൃപ്തിയെ എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് തിട്ടപ്പെടുത്താൻ കഴിയുമെന്ന് എന്തിൽ പറയുന്നുണ്ട്? ഉപയുക്തതാവാദത്തിൽ പറയുന്നുണ്ട്. ഉപയുക്തതയിൽ വരുന്ന മാറ്റം സാധന സേവനങ്ങളുടെ തിരഞ്ഞെടുപ്പിനെയും ഉപഭോഗത്തെയും സ്വാധീനിക്കാം. അപ്പോൾ ഈ ഉപയുക്തതയിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിലെ സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങിക്കുമ്പോൾ തിരഞ്ഞെടുപ്പില്ലേ, ആ ഒരു തിരഞ്ഞെടുപ്പിനെയും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടും അതിനെയും സ്വാധീനിക്കാം എന്ന് പറയുന്നുണ്ട്.
അതായത് നിശ്ചിത സമയത്ത് ഒരു വസ്തു തുടർച്ചയായി ഉപഭോഗം നടത്തുമ്പോൾ ഉപയുക്തതയിൽ വരുന്ന മാറ്റം അറിയണമെങ്കിൽ ഉപയുക്തതയുടെ അളവുകളെ പറ്റി അറിയേണ്ടതുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, ഒരു നിശ്ചിത സമയത്ത് ഈ ഒരു വസ്തു തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഉപയോഗം നടത്തുമ്പോൾ ഈ ഉപയുക്തതയിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അങ്ങനെ ഈ ഉപയുക്തതയിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് അളവുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാണ് മൊത്തം ഉപയുക്തത. എന്താണ് മൊത്തം ഉപയുക്തത അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ ഒരു വസ്തുവിൻ്റെ പല യൂണിറ്റുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഉപയുക്തതയുടെ ആകെ തുകയാണ് മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിൻ്റെ പല യൂണിറ്റുകൾ തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഒരു വസ്തുവിൻ്റെ പല യൂണിറ്റുകൾ നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണ്. നമ്മൾ പറഞ്ഞ യൂട്ടിൽസാണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അളക്കുന്നതെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ യൂണിറ്റുകൾ വസ്തുവിൻ്റെ പല യൂണിറ്റുകൾ തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ മൊത്തം ഉണ്ടാകുന്ന ആകെ തുകയുണ്ടല്ലോ, ഉപയുക്തതയുടെ ആകെ തുകയുണ്ട്, അതിനെയാണ് മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത്. ഇനി എന്താണ് സീമാന്ത ഉപയുക്തത എന്ന് വെച്ചാൽ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ ഒരു വസ്തുവിൻ്റെ ഒരു അധിക യൂണിറ്റ് ഉപഭോഗം ചെയ്യുമ്പോൾ മൊത്തം ഉപയുക്തതയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നു. എന്താ പറയുന്നത്, ഒരു വസ്തുവിൻ്റെ അധിക യൂണിറ്റ് ഉപയോഗം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൊത്തം ഉപയുക്തതയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം ഉപയുക്തത എന്ന് വെച്ചാൽ എന്താണ്, ഒരു വസ്തു നമ്മൾ പല യൂണിറ്റുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മൊത്തം ഉപയുക്തതയുടെ അളവിനെയാണ് മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത് അല്ലേ. ആകെ തുകയാണ് മൊത്തം ഉപയുക്തത. മൊത്തം എന്ന് വെച്ചാൽ ആകെയാണ്. അപ്പോൾ ആകെ തുകയാണ് മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ അതിന് അധിക യൂണിറ്റ് ഉണ്ടായിരിക്കില്ലോ. ഈ അധിക യൂണിറ്റ് ഉപയോഗം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ മാറ്റത്തിൽ ഉപയുക്തതയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം ഉപയുക്തത എന്ന് വെച്ചാൽ ടോട്ടലാണ് അല്ലേ, ആകെ തുകയാണ് പറയുന്നത്. സീമാന്ത ഉപയുക്തത എന്ന് വെച്ചാൽ എന്താണ്, ഒരു വസ്തുവിന് അധിക യൂണിറ്റ് ഉപയോഗം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അളവിനെയാണ് അല്ലേ പറയുന്നത്, മാറ്റത്തെയാണ് സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത്. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിലെ നീനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴം ഓറഞ്ചാണെന്ന് കരുതാം. ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ, എന്താണിതെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു നീന എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഓറഞ്ചാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അവൾക്ക് നിങ്ങൾ ഓരോ ഓറഞ്ച് കഴിക്കാൻ കൊടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഒന്നാമത്തെ ഓറഞ്ച് കഴിക്കുമ്പോൾ അവൾക്ക് വലിയ സംതൃപ്തി ആയിരിക്കും ലഭിക്കുക അല്ലേ. അവൾക്ക് അതാണ് ഇഷ്ടമല്ലേ, ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യത്തെ കഴിക്കുമ്പോൾ ഭയങ്കര സംതൃപ്തി ആയിരിക്കും ലഭിക്കുക അല്ലേ. പിന്നെ എന്ത് സംഭവിക്കും, അപ്പോൾ അതിൽ നിന്ന് 20 യൂട്ടിൽസ് സംതൃപ്തി ലഭിച്ചു എന്ന് കരുതാണ്. നമ്മൾ അതിനൊരു അളവ് ഇട്ട് കൊടുത്തു അല്ലേ. യൂട്ടിൽസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു 20 എന്നുള്ളത് വെറുതെ നമ്മൾ ഒരു വാല്യൂ ഇട്ട് കൊടുത്തു. എന്നിട്ട് രണ്ടാമത്തെ ഒരു ഓറഞ്ച് കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ ഓറഞ്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംതൃപ്തി തന്നെ ആൾക്ക് ഉണ്ടാവോ? ഇല്ല അല്ലേ. അതായത് ആദ്യം ലഭിച്ച സംതൃപ്തി ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല, ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിനെന്തിട്ട് കൊടുത്തു, 18 ഇട്ട് കൊടുത്തു. ഓക്കെ, 18 ഇട്ട് കൊടുത്തു. അങ്ങനെ 2 ഓറഞ്ചുകളിൽ നിന്നുമായി ലഭിച്ച മൊത്തം സംതൃപ്തി എത്രയാണ്, 38ആണ്. അപ്പോൾ ആദ്യത്തെയും കൂട്ടി നമ്മൾ രണ്ടാമത്തെയും കൂട്ടി, അപ്പോൾ എത്ര കിട്ടി, 38 എന്ന് കിട്ടി അല്ലേ. മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത് 38 കിട്ടിയല്ലോ. അതായത് രണ്ടാമത്തെ ഓറഞ്ചിൻ്റെ ഉപഭോഗത്തിലൂടെ ലഭിച്ച 18 യൂട്ടിൽസ് ആണ് അവിടെ സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ 38 എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ ലഭിച്ചിട്ടുള്ളത് അല്ലേ. 38 മൊത്തം യൂട്ടിൽസ്. അതായത് നമുക്ക് ആദ്യം ഇഷ്ടപ്പെട്ടതും രണ്ടാമത് ഇഷ്ടപ്പെട്ടതും നമ്മൾ കണക്കാക്കി 38 ആണെന്ന് നമ്മൾ വിചാരിച്ചെടുത്തു അല്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ ഓറഞ്ചിൻ്റെ ഉപഭോഗത്തിൽ ലഭിച്ച 18 യൂട്ടിൽസ് ആണ് അവിടുത്തെ സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത്. അപ്പോൾ സീമാന്ത ഉപയുക്തത എന്ന് വെച്ചാൽ എന്താണ്, 18 ആണ് അല്ലേ. രണ്ടാമത്തെ ഓറഞ്ചിൻ്റെ ഉപഭോഗത്തിലൂടെ ലഭിച്ച 18 യൂട്ടിൽസ് ആണ് അവിടുത്തെ സീമാന്ത ഉപയുക്തത. അതായത് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, നമുക്ക് ആദ്യത്തെ സംതൃപ്തി ഇല്ലേ, ആദ്യത്തെ സംതൃപ്തി എന്ന് പറയുന്നത് 20 യൂട്ടിൽസ് ആയിരുന്നു. ഈ 20 യൂട്ടിൽസ് ആദ്യത്തെ സംതൃപ്തിയിൽ നിന്ന് നമ്മൾ ടോട്ടൽ യൂട്ടിൽസ് കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കിവിടെ ഓറഞ്ചിൻ്റെ അളവും മൊത്തം ഉപയുക്തതയും സീമാന്തത ഉപയുക്തതയും തന്നിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയേ, 20 ആയിരുന്നു ആദ്യം തന്നെ ഓറഞ്ച് ലഭിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമ്മൾ 20 എന്ന് കണക്കാക്കില്ലേ. അപ്പോൾ അവിടുത്തെ സീമാന്ത ഉപയുക്തത 20 തന്നെയാണ്. എന്നാൽ പിന്നെ നമുക്ക് രണ്ടാമത്തെ ഉപയുക്തത നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു, രണ്ടാമത് നോക്കിയപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, 18 ആയിരുന്നു അല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. 18 അല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 18ഉം കൂടെ കൂട്ടില്ലേ, ഈ 18ഉം 20, അതായത് ടോട്ടലാണ് മൊത്തം ഉപയുക്തത എന്ന് വെച്ചാൽ. അപ്പോൾ മൊത്തം ഉപയുക്തത എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എത്രയാണ് മൊത്തം ഉപയുക്തത എങ്ങനെ കണ്ടുപിടിച്ചത്, മൊത്തം ഉപയുക്തത എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, നമ്മൾ പ്ലസ് ചെയ്തിട്ടാണ് അല്ലേ, ടോട്ടൽ ചെയ്തിട്ടാണ്. അപ്പോൾ അതായത് നമുക്ക് 20 കിട്ടിയിട്ടുണ്ട്, രണ്ടാമത്തിൽ നമുക്ക് 18 സംതൃപ്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത് കിട്ടി. ഇനി സീമാന്ത ഉപയുക്തത എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ചെയ്തത്, ടോട്ടലിൽ നിന്നും ആദ്യത്തെ സംതൃപ്തി നമ്മൾ 20 നമ്മൾ ഓൾറെഡി കണക്കാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അതിൽ നമ്മൾ മൈനസ് ചെയ്തപ്പോൾ കിട്ടുന്നതാണ് 18 എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ സീമാന്തത ഉപയുക്തത എന്ന് പറയുന്നത്. അവിടുത്തെ അധികം വന്നിട്ടുള്ള അതാണ് പറയുന്നത്. ഇത് മൊത്തം ഉപയുക്തയിൽ നിന്ന് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്തത് അല്ലേ.
അതിന് എന്താ പറയുന്നത് വെച്ചാൽ 5-ൽ നിന്നും കൂടി ലഭിച്ച ഉപയുക്തതയെ മൊത്തം ഉപയുക്തത എന്നും 5-ാമത്തെ യൂണിറ്റ് കഴിക്കുമ്പോൾ 4 എണ്ണം കഴിച്ചതിൽ നിന്നും മൊത്തം ഉപയുക്തതയിൽ വന്ന മാറ്റത്തെ സീമാന്ത ഉപയുക്ത എന്നും ഉദാഹരണത്തിൽ നിന്ന് കണ്ടെത്താം. ഇത്തരത്തിൽ ഓരോ യൂണിറ്റ് ഓറഞ്ച് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോഴും മൊത്തം ഉപയുക്തതയിലും സീമാന്ത ഉപയുക്തതയിലും വരുന്ന മാറ്റം നമുക്കിവിടെ പട്ടികയിൽ തന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ 30 മൊത്തം ഉപയുക്തത എന്ന് വെച്ചാൽ ടോട്ടലാണ്. അപ്പോൾ നമ്മൾ പ്ലസ് ചെയ്തിട്ട് എഴുതി. സീമാന്ത ഉപയുക്തത എന്ന് വെച്ചാൽ അധികം വന്നതാണ്. അതായത് ആദ്യ സംതൃപ്തിയിൽ നിന്നും നമ്മൾ ടോട്ടലായിട്ട് ലഭിച്ചതെന്ന് മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ അധികം വന്നത് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത്. അതാണ് സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലായല്ലോ. അപ്പോൾ മൊത്തം ഉപയുക്തത എന്ന് വെച്ചാൽ നമ്മൾ പ്ലസ് ആണ് ചെയ്തത്. അതായത് ആദ്യത്തെ ഓറഞ്ച് എന്ന് പറയുന്നത് 20 നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ആണെങ്കിൽ 18 എന്ന് പറഞ്ഞു. അപ്പോൾ 20 + 18 ചെയ്തപ്പോൾ നമുക്ക് മൊത്തം ടോട്ടൽ ചെയ്തപ്പോൾ എത്ര കിട്ടി? 38 കിട്ടി. ആ 38 മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത് നമുക്ക് മൊത്തം ഉപയുക്തത കിട്ടിയില്ലേ, 38 ആണെന്നുള്ളത് കിട്ടി. ഓക്കെ, 38 ആണെന്നുള്ളത് കിട്ടി. ഇനി പ്ലസ് നമ്മൾ 3-ാമത്തെയും കൂടെ കഴിക്കുകയാണ്. 3-ാമത്തെ ഓറഞ്ച് കഴിച്ചപ്പോൾ കിട്ടിയത് ആൾക്ക് 15 ആയിരിക്കും. അപ്പോൾ 20 + 18 + 15 20 + 18 + 15 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 53 എന്ന് കിട്ടും അല്ലേ. ഈ 53 ആണ് ഇവിടെ നമുക്ക് 3-ാമത്തെ ഓറഞ്ച് കഴിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള മൊത്തം ഉപയുക്തത 53 എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ചെയ്യാണ്. മനസ്സിലായില്ലേ? മൊത്തം ഉപയുക്തത എന്ന് വെച്ചാൽ ടോട്ടലി ചെയ്യാണ്. ഇനി സീമാന്തത ഉപയുക്തത എന്ന് വെച്ചാൽ അതിലുണ്ടാക്കുന്ന മാറ്റമാണ്. അതായത് അവിടെ നമുക്ക് നോക്കിയേ മാറ്റം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് മാറ്റം കണ്ടുപിടിച്ച് നോക്കിയേ. രണ്ടാമത്തെ ഓറഞ്ച് ഉപഭോഗം ചെയ്യുമ്പോൾ 38 - 20 ചെയ്തു അല്ലേ. 38 - 20 = 18 എന്ന് കിട്ടി. അതാണ് അവിടുത്തെ സീമാന്തത ഉപയുക്തത ആയിരുന്നത്. പിന്നെ അത് ചെയ്യുമ്പോൾ ഈ 53-ൽ നിന്ന് 38 കുറയ്ക്കും. 53-ൽ നിന്ന് 38 കുറച്ച് എത്ര കിട്ടും? 15 എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി 63-ൽ നിന്ന് 53 കുറച്ച് എത്ര കിട്ടും? 10 എന്നുള്ളത് കിട്ടും. അപ്പോൾ അധികം വരുന്നത് മൈനസ് ആണ് ചെയ്യുന്നത്. ഈ മൊത്തം ഉപയുക്തതയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മൾ കാണുന്നത്. അതായത് എങ്ങനെയാണ് മൊത്തം നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ നിന്ന് രണ്ടും മൊത്തം ഉപയുക്തത തമ്മിൽ മൈനസ് ചെയ്ത് ചെയ്തിരുന്നത് അല്ലേ. അതാണ് പറയുന്നത് സീമാന്ത ഉപയുക്തത എന്ന് വെച്ചാൽ മൊത്തം ഉപയുക്തതയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ഒന്നില്ലാന്ന് നമ്മൾ പറഞ്ഞു അധികമായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ കറക്റ്റ് ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഈ മൊത്തം ഉപയുക്തതയിൽ ഉണ്ടായ മാറ്റം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആദ്യത്തെയും രണ്ടാമത്തെയും തമ്മിൽ നമ്മൾ മൊത്തം ഉപയുക്തത കൂട്ടി വെച്ചിട്ടില്ലേ, ആ കൂട്ടി വെച്ച നമ്പേഴ്സ് തമ്മിൽ രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത്. അതായത് 38-ൽ നിന്ന് 20 കുറച്ചപ്പോൾ എത്ര കിട്ടി? 38-ൽ നിന്ന് 20 കുറച്ച് 18 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ അതാണ് ഇവിടുത്തെ സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത്. പിന്നെ 53-ൽ നിന്ന് 38 കുറച്ചു, അപ്പോൾ 15 കിട്ടി. 63-ൽ നിന്ന് 53 കുറച്ചപ്പോൾ 10 കിട്ടി. 67-ൽ നിന്ന് 63 കുറച്ചപ്പോൾ എത്ര കിട്ടി? 4 എന്നുള്ളത് കിട്ടി. 67-ൽ നിന്ന് 67 കുറച്ചപ്പോൾ എത്ര കിട്ടി? 0 എന്നുള്ളത് കിട്ടി. 64-ൽ നിന്ന് 67 കുറച്ചപ്പോൾ എത്ര കിട്ടി? -3 എന്ന് പറയുന്നത് കിട്ടി. അപ്പോൾ അങ്ങനെ അതിലുണ്ടാകുന്ന മാറ്റം അല്ലേ, ഇതിലുണ്ടാകുന്ന മൊത്തം ഉപയുക്തയിലുണ്ടാകുന്ന മാറ്റം, അതായത് ആദ്യത്തെയും രണ്ടാമത്തെയും തമ്മിൽ മൈനസ് ചെയ്യാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കാം കേട്ടോ. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? മുകളിലെ പട്ടികയിൽ കൊടുത്തിട്ടുള്ള അളവുകൾ ഉപയോഗിച്ച് നമുക്കൊരു മൊത്തം ഉപയുക്തത വക്രവും സീമാന്ത ഉപയുക്തത വക്രവും വരയ്ക്കാം. ഇവിടെ നമുക്ക് മൊത്തം ഉപയുക്തതയും സീമാന്ത ഉപയുക്തയും തമ്മിൽ വരച്ചിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ അളവാണ് നമുക്ക് അടിയിൽ തന്നിരിക്കുന്നത്. സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത് എത്രയാണ്? എങ്ങനെയാണല്ലേ പോകുന്നത്. മൊത്തം ഉപയുക്തത എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? കർവായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് കാർഡിനൽ ഉപയുക്തത വാദത്തിൻ്റെ അനുമാനങ്ങളും പരിമിതികളും. അസംഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ഉപയുക്തവാദത്തിൻ്റെ അനുമാനങ്ങളും പരിമിതികളാണ് നമ്മൾ നോക്കുന്നത്. ഉൽപ്പന്നങ്ങളെല്ലാം ഒരേ ഗുണമേന്മയുള്ളതായിരിക്കണം. ഉപഭോക്താവിൻ്റെ വരുമാനം, അഭിരുചി എന്നിവ സ്ഥിരമായിരിക്കണം എന്നീ അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപജയ സീമാന്ത ഉപയുക്തതാ നിയമം പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പം എന്താണ് അപജയ സീമാന്ത ഉപയുക്ത നിയമം? എങ്ങനെയാണ് അപജയ സീമാന്ത ഉപയുക്ത നിയമം പ്രസ്താവിച്ചിട്ടുള്ളത്? അതിനു മുമ്പ് നമുക്ക് എന്താണ് അപജയ സീമാന്ത ഉപയുക്ത നിയമം എന്ന് അറിയണം. സീമാന്ത ഉപയുക്ത നിയമം നമ്മൾ പറഞ്ഞില്ലേ, രണ്ടും കൂടി മൈനസ് ആണ് ചെയ്തത്. ജസ്റ്റ് ആ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി എന്താണ് മൊത്തം ഉപയുക്തതയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. മാറ്റം എന്ന് വെച്ചാൽ എന്താണ്? മൈനസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തം ഉപയുക്തതയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് സീമാന്ത ഉപയുക്തത എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് അപജയ സീമാന്ത ഉപയുക്ത നിയമം എന്ന് വെച്ചാൽ മറ്റു വസ്തുക്കളുടെ ഉപഭോഗത്തിൽ മാറ്റമില്ലാതെ ഒരു സാധനത്തിൻ്റെ കൂടുതൽ യൂണിറ്റുകൾ തുടർച്ചയായി ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സീമാന്ത ഉപയുക്തത കുറഞ്ഞു വരുന്നു എന്നാണ് അപജയ സീമാന്ത ഉപയുക്തത നിയമം പറയുന്നത്. അപ്പോൾ അപജയം എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം,
കുറഞ്ഞാണ് വരുന്നതെന്ന് അല്ലേ. അതായത് മറ്റ് വസ്തുക്കളുടെ ഉപഭോഗത്തിലൊന്നും മാറ്റില്ല. ഒരു വസ്തു തന്നെ തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വേറെ വസ്തുക്കളിലൊന്നും മാറ്റില്ല. ഒരു വസ്തു തന്നെ എപ്പോഴും സാധനങ്ങൾ തന്നെ കൂടുതലായിട്ട് യൂണിറ്റുകൾ തുടർച്ചയായിട്ട് ഉപഭോഗം ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സീമാന്ത ഉപയുക്തതയില്ലേ, അതിൽ നിന്ന് ലഭിക്കുന്ന സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത് കുറഞ്ഞിട്ടാണ് വരുന്നതെന്നാണ് ഈ അപചയ സീമാന്ത ഉപയുക്ത നിയമം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു സാധനം തന്നെയാണ് എപ്പോഴും തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത്, വേറൊരു സാധനം നോക്കുന്നില്ല, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഉപഭോഗം തുടർച്ചയായിട്ടുള്ളതായിരിക്കണം. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഉൽപ്പന്നങ്ങളെല്ലാം ഒരേ ഗുണമേന്മയുള്ളതായിരിക്കണം അല്ലേ. നമ്മൾ ഒരു സാധനം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, നമുക്കത് അത്രയും ഇഷ്ടമായിട്ടായിരിക്കുമല്ലോ ആ ഒരു സാധനം തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതാണ് പറയുന്നത് ഒരേ നല്ല ഗുണമേന്മയുള്ളതായിരിക്കുമല്ലോ അല്ലേ, എന്നാലേ നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ ഉൽപ്പന്നങ്ങളെല്ലാം ഒരേ ഗുണമേന്മയുള്ളതായിരിക്കണം. ഉപഭോക്താവിൻ്റെ വരുമാനം, അഭിരുചി എന്നിവ സ്ഥിരമായിരിക്കണം അല്ലേ. നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെയായിരിക്കണം, സെയിം തന്നെയായിരിക്കണം എന്നീ അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അപചയ സീമാന്ത ഉപയുക്ത നിയമം പ്രസ്താവിച്ചിട്ടുള്ളത്. ഉപഭോഗം തുടർച്ചയായിട്ടുള്ളതായിരിക്കണം. മറ്റു സാധനങ്ങളുടെ ഉപഭോഗം നിജപ്പെടുത്തിയിരിക്കണം. നമ്മൾ ആ ഒരു സാധനം തന്നെ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. മറ്റേത് കുറച്ച് കുറഞ്ഞിട്ടായിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക അല്ലേ. യൂണിറ്റുകൾ നിശ്ചിത അളവിലും ഗുണത്തിലുമുള്ളവയായിരിക്കണം എന്നിവ അപചയ സീമാന്തത ഉപയുക്തത നിയമത്തിൻ്റെ ചില പരിമിതികളാണ്. അപ്പോൾ പരിമിതി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് തുടർച്ചയായിട്ട് ഉപയോഗിക്കണം. അതുപോലെ തന്നെ വേറൊരു സാധനമൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, അളവ് കുറയ്ക്കണം. അതുപോലെ തന്നെ എന്താണ്, യൂണിറ്റുകൾ നിശ്ചിത അളവിലും ഗുണത്തിൽ തന്നെയായിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പോരായ്മ അല്ലെങ്കിൽ ചില പരിമിതിയാണ്. ഉപയുക്തത എന്നത് എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് തിട്ടപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട്, ഉപയുക്തത എന്ന് പറയുന്നത് നമുക്ക് എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. കാർഡിനൽ ഉപയുക്തത വാദത്തിന് പകരമായി പുതിയ സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു വസ്തുവിൻ്റെ അധിക യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഉപയുക്തത കുറഞ്ഞു വരുന്നുവെന്ന വസ്തുത സാധാരണഗതിയിൽ ഉപഭോഗത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കുറഞ്ഞു വരും അല്ലേ. സീമാന്തത ഉപയുക്തത എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഉപയുക്തത എന്നത് വ്യക്തി അധിഷ്ഠിതമാണ്. സ്ഥലം, കാലം എന്നിവയ്ക്കനുസരിച്ച് ഉപയുക്തതയിൽ വ്യത്യാസം വരാം അല്ലേ. നമുക്ക് നമ്മുടെ ടേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇഷ്ടം ചിലപ്പോൾ വ്യത്യാസം വരും. എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഉദാഹരണം, ചൂടുള്ള കാലാവസ്ഥയിൽ അധിവസിക്കുന്ന ഒരാൾക്ക് ഫാൻ നൽകുന്ന ഉപയുക്തത തണുപ്പുള്ള കാലാവസ്ഥയിൽ ലഭിക്കുമോ? ഇല്ലല്ലോ അല്ലേ. നമുക്ക് ഫാൻ ഇപ്പോൾ എന്താ പറയുക, നമുക്ക് നല്ല ചൂടുണ്ട്, അപ്പോൾ നമുക്ക് ഫാനിനോട് എന്തായിരിക്കും ഇഷ്ടമുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഫാനായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുകയാണെങ്കിൽ നമുക്ക് അവിടെ ഫാൻ വേണം എന്ന് ചെല്ലാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് ആ തണുപ്പുള്ള കാലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉപയുക്തത കുറഞ്ഞു വരാണ് ചെയ്തത് അല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് 40 നമ്മൾ ജസ്റ്റ് ഒരു അളവിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ 40 വിചാരിച്ചാൽ ഇപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് 10 പോലും വേണമെന്നുണ്ടായിരിക്കില്ല അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മുടെ ടേസ്റ്റും എല്ലാം എന്താണ് നമ്മുടെ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ശരി അതിന് വ്യത്യാസം വരാം. അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക സ്ഥലത്തിൽ വ്യത്യാസം വരാം. അപ്പോൾ സ്ഥലം കാലമൊക്കെ വ്യത്യാസം വരാണെങ്കിൽ നമ്മുടെ ഈ ഉപയുക്തതയിലും വ്യത്യാസം വരും എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ സംഭവം എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എന്താ പറയണമെന്ന് വെച്ചാൽ ഉപയുക്തത എന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊരു സാധനം തന്നെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സംഭവം തന്നെയായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അത് കൂടുതലായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ നല്ല ഗുണമേന്മ നോക്കിയിട്ടായിരിക്കും. അത് ഗുണമേന്മ ഉണ്ടെന്ന് തോന്നുമ്പോഴേ നമ്മൾ പൊട്ടായിട്ടുള്ളൊരു സാധനം നമ്മൾ ഉപയോഗിക്കില്ല. അപ്പോൾ നമ്മൾ അത് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ വേറെ ബ്രാൻഡൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അവിടുത്തെ സാധനങ്ങളുടെ അളവ് കുറഞ്ഞു വരാണ് ചെയ്യുന്നത്. ഇവിടുത്തെ അതായത് അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഇത് നമ്മൾ കൂടുതലായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതാണ് പറയുന്നത്. പിന്നെ പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു സംഭവം നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനൊന്നും കഴിയില്ല. ജസ്റ്റ് നമുക്ക് യൂട്ടിൽസ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത പോലെ തന്നെ വേണമെങ്കിൽ ഒരു നമ്പർ ഇട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം എന്ന് മാത്രം. നമുക്കത് കറക്റ്റായിട്ട് അളക്കാനായിട്ട് പറ്റില്ല. പിന്നെന്താണ് പറഞ്ഞത്, ഇപ്പോൾ നമുക്ക് സ്ഥലം കാലത്തിനനുസരിച്ചൊക്കെ ഇതിലൊക്കെ മാറ്റം വരാം അല്ലേ. ഇപ്പോൾ നമുക്ക് എപ്പോഴും ഒരേ സംതൃപ്തി തന്നെ ആയിരിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞത്. അതായത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ എന്താ, നമ്മൾ ആദ്യം തന്നെ ഒരു മിഠായി വാങ്ങിച്ചെന്ന് വിചാരിക്കുക. ആ ഒരു മിഠായി ആദ്യം തന്നെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, നമുക്ക് ഇഷ്ടമുള്ള മിഠായി ആണെന്നുണ്ടെങ്കിൽ. പിന്നെ രണ്ടാമത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചൊന്ന് കുറഞ്ഞു വരില്ലേ. ആ ഒരു ആദ്യത്തെ ഇഷ്ടം കുറച്ചൊരു ഇത് കുറഞ്ഞു വരും. അതാണ് പറയുന്നത്. നമ്മുടെ ടേസ്റ്റും അവിടെ വ്യത്യാസം വരാണ്. സ്ഥലവും കാലം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഫാൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഫാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള സ്ഥലത്താണ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫാനോടൊരു ഇഷ്ടം ഉണ്ടായിരിക്കും അല്ലേ. എങ്കിൽ നമുക്ക് ആ ഫാൻ വേണം, അവിടെ നമുക്ക് ഫാൻ ആവശ്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഫാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫാൻ ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് പറയുന്നത്, സ്ഥലത്തിനും കാലത്തിനനുസരിച്ച് ഈ ഉപയുക്തതയിൽ മാറ്റം വരുന്നുണ്ട്. ഏതൊരു ഉപഭോക്താവും ഏറ്റവും കൂടുതൽ ഉപയുക്തത പ്രദാനം ചെയ്യപ്പെടുന്ന സാധന സേവനങ്ങൾ തിരഞ്ഞെടുക്കുവാനാണ് താല്പര്യപ്പെടുക അല്ലേ. കൂടുതൽ ഉപയുക്തത പ്രദാനം ചെയ്യുന്നത്, അതായത് കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കണം എന്നുള്ളൊരു ഇത്, എങ്ങനെയാണ് നമ്മൾ സാധനങ്ങളും സേവനങ്ങളൊക്കെ ഉപയോഗിക്കുക അല്ലേ. എന്നാൽ വസ്തുക്കളുടെ വില, ഉപഭോക്താവിൻ്റെ വരുമാനം എന്നിവ പലപ്പോഴും സാധന സേവനങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാറുണ്ട് അല്ലേ. നമുക്കിപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ വരുമാനമില്ലാന്നുണ്ടെങ്കിൽ നടക്കുകയില്ല. അതുപോലെ തന്നെ വസ്തുക്കളുടെ വില കൂടുകയാണെന്നുണ്ടെങ്കിലോ നമ്മുടെ കയ്യിൽ നടക്കണമെന്നില്ല. അതാണ് പറയുന്നത്. ഗുണമേന്മയുള്ള സാധന
സേവനങ്ങൾ മിതമായ നിരക്കിലും കൃത്യമായ അളവിലും ലഭ്യമാകണമെന്നാണ് ഏതൊരു ഉപഭോക്താവും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും, അതായത് നമ്മളടക്കം എന്താണ് ആഗ്രഹിക്കുന്നത്? ഉപഭോക്താവ് വെച്ചാൽ നമ്മളൊക്കെയാണ്, നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ആൾക്കാരെയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ആ സാധന സേവനങ്ങൾ മിതമായ നിരക്കിൽ ചെറിയൊരു പ്രൈസിൽ നമുക്ക് ലഭിക്കണം എന്ന് തോന്നും. അത് കറക്റ്റായിട്ട് അളവിൽ കിട്ടണമെന്നൊക്കെ വിചാരിക്കും അല്ലേ? അതാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. മറ്റെന്തെല്ലാം അവകാശങ്ങളാണ് ഉപഭോക്താവിന് ഉണ്ടായിരിക്കുക? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിവിടെ എന്താണ് ഉപയുക്തതയും ഉപയോഗ്യതയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ സാധന സേവനങ്ങൾക്കും ഉപയുക്തതയുണ്ട്. എന്നാൽ അവയെല്ലാം ഉപയോഗപ്രദമാവണമെന്നില്ല. നമ്മൾ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുമ്പോൾ അതിന് ഉപയുക്തത ഉണ്ടായിരിക്കും, പക്ഷെ അത് ഉപയോഗിക്കണമെന്നില്ല. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണ്, സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് ഉപയുക്തത ലഭിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ നമുക്ക് അറിയാവുന്നത് പോലെ സിഗരറ്റ് എന്നത് ഉപയോഗപ്രദമായ ഒരു വസ്തുവാണോ? അല്ല അല്ലേ? അതാണ് പറയുന്നത്. അപ്പോൾ അതായത് എന്താ പറഞ്ഞത്, സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എന്താണ് ചെയ്യുന്നുണ്ട്, ആൾക്കത് ഇൻട്രസ്റ്റ് ആണ്, ആൾക്കത് ഭയങ്കര സംതൃപ്തിയുള്ള കാര്യമാണ്. അപ്പോൾ അത് കാരണം പറയാൻ നമുക്ക് ഉപയുക്തത ഉണ്ടെന്ന് പറയാം. പക്ഷെ ഇതെന്ന് പറയുന്നത് ഉപയോഗപ്രദമാണോ? അല്ല അല്ലേ? ഉപയോഗപ്രദമല്ല, അതാണ് പറയുന്നത്. യൂട്ടിലിറ്റി ഉണ്ട്, യൂസ്ഫുൾനെസ് ഉണ്ട്. നമ്മൾക്ക് സംതൃപ്തിയുള്ള കാര്യങ്ങൾ ഉപയോഗപ്രദമാകണമെന്ന് ഇല്ല, അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, നമുക്കറിയാവുന്ന പോലെ സിഗരറ്റ് എന്നത് ഉപയോഗപ്രദമായ ഒരു വസ്തുവല്ല. മാത്രവുമല്ല അതിൻ്റെ ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരവുമാണ്. ഉപയുക്തതയിൽ നൈതികതയ്ക്ക് പ്രസക്തിയില്ല. ഓക്കെ, ഇനി വരുന്നത് എന്താണ്? ഉപഭോക്താവിൻ്റെ അവകാശങ്ങളും സംരക്ഷണവുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഉപഭോക്താവിൻ്റെ അവകാശങ്ങളും അവ എങ്ങനെയൊക്കെ സംരക്ഷിക്കാമെന്നതും വിശദമാക്കുന്നതിന് മുമ്പ് സാധനങ്ങളുടെ വിവിധ തരങ്ങൾ എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. വിവിധ തര സാധന സേവനങ്ങളും അവയുടെ പ്രത്യേകതകളും താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? സൗജന്യ സാധനങ്ങൾ. സൗജന്യ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രത്യേകത? പ്രകൃതിയിൽ ധാരാളമായിട്ടുള്ളവയും എല്ലാവർക്കും ലഭ്യമായവും ആയ വസ്തുക്കളെയാണ് സൗജന്യ സാധനങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? പ്രകൃതിയിൽ കൂടുതലായിട്ടുണ്ട്, അതെല്ലാവർക്കും ലഭ്യമാണ്. ഇവ സൗജന്യമായി ലഭിക്കുന്നവയാണ്. ഇവയ്ക്ക് വില നൽകേണ്ടതുണ്ടോ? ഇല്ല, ഇവയ്ക്ക് വില നൽകേണ്ടതില്ല. ഇനി എന്തൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്? എന്താ പറയുക, നമുക്ക് സൗജന്യ സാധനങ്ങൾ പ്രകൃതിയിൽ കൂടുതലായിട്ടുള്ളത് ഏതൊക്കെയാണ്? സൂര്യപ്രകാശം, വായു അല്ലേ? അതൊക്കെയാണ് ഈ സൗജന്യ സാധനങ്ങൾക്ക് എക്സാമ്പിൾ വരുന്നത്. ഇതൊക്കെയാണ് സൂര്യപ്രകാശം, അതുപോലെ തന്നെ വായു എന്ന് പറയുന്നതും എന്താണ് ഈ സൗജന്യ സാധനങ്ങൾക്ക് എക്സാമ്പിളാണ്. നെക്സ്റ്റ് എന്താണ്? എക്കണോമിക് സാധനങ്ങൾ. എക്കണോമിക് സാധനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അല്ലേ? എക്കണോമിക് സാധനങ്ങൾ പലപ്പോഴും നിർമ്മിക്കപ്പെടുന്നതോ പ്രകൃതിയിൽ നിന്ന് ശേഖരിക്കപ്പെടുന്നതോ ആയ വസ്തുക്കളായിട്ട് മാറാം. അപ്പോൾ വില കൊടുത്ത് വാങ്ങിക്കുന്നതാണ്, പ്രകൃതിയിൽ നിന്ന് ശേഖരിക്കപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ പലപ്പോഴും നിർമ്മിക്കുന്നതായിരിക്കാം. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഡ്രസ്സുകൾ കേട്ടോ, വസ്ത്രങ്ങൾ, ധാതുക്കൾ ഒക്കെ എന്താണ്? ഇപ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ എന്താണ്? നിർമ്മിക്കപ്പെടുന്നതാണ് അല്ലേ? അതുപോലെ തന്നെ ധാതുക്കൾ നമുക്ക് ലഭിക്കും അല്ലേ? അപ്പോൾ അതൊക്കെ എന്താണ്? വില കൊടുത്തിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ ഇത് പ്രകൃതിയിൽ നിന്ന് ശേഖരിക്കപ്പെടുന്നതായിരിക്കാം, നിർമ്മിക്കപ്പെടുന്നതായിരിക്കാം. നെക്സ്റ്റ് എന്താണ്? ഉപഭോഗ സാധനങ്ങൾ. കൺസ്യൂമർ ഗുഡ്സ് എന്ന് വെച്ചാൽ ജനങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിനായി അന്തിമമായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് ഉപഭോഗ വസ്തുക്കൾ എന്ന് പറയുന്നത്. വിലയെ അടിസ്ഥാനമാക്കി ക്രയവിക്രയം നടത്തുന്ന ഇവ ഉൽപാദന പ്രക്രിയയ്ക്ക് വീണ്ടും വിധേയമാകാത്തവയാണ്. അതായത് ഉപഭോഗ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ വീട്, ചെരുപ്പ് എന്നിവയൊക്കെ എന്താണ്? ഉപഭോഗ സാധനങ്ങളാണ്. വീടും ചെരുപ്പൊക്കെ എന്താണ് വരുന്നത്? ഉപഭോഗ സാധനങ്ങളിലാണ്. അതായത് നമ്മുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിനായിട്ടായിരിക്കും ഇപ്പം അന്തിമമായിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് എന്ന് പറയുന്നത് ഉപഭോഗ വസ്തുക്കൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെരുപ്പ് ഇത് വീണ്ടും ഉൽപാദന പ്രക്രിയയ്ക്ക് വിധേയമാക്കാനായിട്ട് പറ്റില്ല അല്ലേ? ചെരുപ്പാണെന്നുണ്ടെങ്കിലും വീടൊക്കെ വീണ്ടും ഉൽപാദന പ്രക്രിയയ്ക്ക് വിധേയമാക്കാനായിട്ട് പറ്റില്ല. ഇനി എന്താണ്? മൂലധന സാധനങ്ങൾ. അതായത് ഉപഭോഗ സാധനങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിലയെ അടിസ്ഥാനമാക്കി ക്രയവിക്രയം നടത്തുന്ന ഇവ ഉൽപാദന പ്രക്രിയയ്ക്ക് വീണ്ടും വിധേയമാകില്ല കേട്ടോ. നെക്സ്റ്റ് എന്താണ്? മൂലധന സാധനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? മറ്റു ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനായിട്ട് നിർമ്മിക്കപ്പെടുന്ന സാധനങ്ങളെയാണ് മൂലധന സാധനങ്ങൾ എന്ന് പറയുന്നത്. മറ്റ് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനായിട്ട്, അതായത് ഫാക്ടറി ആണെങ്കിലും അതുപോലെ തന്നെ ചില ഉപകരണങ്ങളൊക്കെ അല്ലേ? ഇതൊക്കെ എന്താണ്? മറ്റ് സാധനങ്ങൾ നിർമ്മിക്കുന്നതിനൊക്കെ ആയിട്ടായിരിക്കും അല്ലേ? ഫാക്ടറി ആണെന്നുണ്ടെങ്കിലും ഉപകരണങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും
മറ്റു ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ടായിരിക്കും അല്ലേ ഈ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് മറ്റു ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനായിട്ട് നിർമ്മിക്കപ്പെട്ട സാധനങ്ങളെയാണ് മൂലധന സാധനങ്ങൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. മൂലസാധനങ്ങൾ ഉൽപ്പാദന പ്രക്രിയയെ സഹായിക്കുന്നതോടൊപ്പം ചിലപ്പോൾ ഉപഭോഗ സാധനങ്ങളായിട്ടും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അവ മൂലധന സാധനങ്ങളാവില്ല. ഇനി ഈട് നിൽക്കുന്ന സാധനങ്ങൾ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളെയാണ് ഈട് നിൽക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇവ വീണ്ടും ഉപയോഗിക്കാനായിട്ട് കഴിയും. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് വരാം? ഇപ്പോൾ നമുക്ക് പാല്, പച്ചക്കറിയൊക്കെ കുറച്ച് അതൊക്കെ ഏതിലാണ് വരിക? പാല്, പച്ചക്കറി ഏതിലൊക്കെ വരാം? ഈട് നിൽക്കാത്തതിലാണ്. പാലും പച്ചക്കറിയും വരുന്നത് ഈട് നിൽക്കാത്തതിലാണ്. പാല് അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ ഈട് നിൽക്കാത്ത സംഭവങ്ങളാണ് അല്ലേ. കുറച്ച് കാലയളവിലേക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളെയാണ് ഈട് നിൽക്കാത്ത സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈട് നിൽക്കുന്ന സാധനങ്ങൾക്ക് എക്സാമ്പിൾ എന്തായിരിക്കും? കുറേ നാൾക്ക് നിൽക്കുന്ന ഏതൊക്കെയായിരിക്കും? മേശ അതുപോലെ തന്നെ വീടൊക്കെ വീണ്ടും ഉപയോഗിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും അല്ലേ. വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നവയായിരിക്കും. അതുപോലെ തന്നെ ഈട് നിൽക്കാത്ത സാധനങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് നാളത്തേക്ക് മാത്രമാണ്. പാല്, പച്ചക്കറി, പഴങ്ങളൊക്കെ ഈട് നിൽക്കാത്ത സാധനങ്ങളിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, സൂചനകളൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എടുത്ത് എഴുതാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിവിധ തരം സാധനങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഒരു കമ്പോളങ്ങളിൽ പോയിട്ട് ഒരു സാധനങ്ങൾ നമ്മൾ എന്താ പറയുക സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ നമ്മൾ നോക്കും അല്ലേ, ഗുണമേന്മ നോക്കും. അതുപോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന പരമാവധി കാലയളവ്, തീയതിയിൽ എക്സ്പയറി ഡേറ്റ് എന്തായാലും നോക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള അളവും തൂക്കവും നോക്കണ്ടേ? അളവും തൂക്കവും നോക്കണം അല്ലേ. അളവ് നോക്കണം, അതുപോലെ തന്നെ തൂക്കവും നോക്കണം. അളവ് നോക്കണം, തൂക്കവും നോക്കണം. അതുപോലെ തന്നെ എന്തുട്ടാ ഗ്യാരണ്ടി എന്തെങ്കിലും ഉണ്ടോ നോക്കണമല്ലോ. ഗ്യാരണ്ടി എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായ വില, ഗുണനിലവാരം, വാറണ്ടി, സുരക്ഷാ മാനദണ്ഡങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ഉപഭോക്താക്കൾ ചിലപ്പോൾ കബളിപ്പിക്കപ്പെടാറുണ്ട്. ഇത് ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് കലാശിക്കാം. ഇത്തരം ചൂഷണങ്ങൾ ഒഴിവാക്കണമെങ്കിൽ സാധന സേവനങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ പല കാര്യങ്ങളും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സേവനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ബില്ല് ലഭിക്കേണ്ടത് ഉപഭോക്താവിൻ്റെ അവകാശമാണ്. ബില്ലിൽ GST നമ്പർ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം, ഇല്ലെങ്കിൽ കബളിക്കപ്പെട്ടേക്കാം. ബില്ല് വാങ്ങുന്നതിലൂടെ ഉപഭോക്തൃ അവകാശം സംരക്ഷിക്കുന്നതോടൊപ്പം ഒരു സാമൂഹിക പ്രതിബദ്ധത ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അല്ലേ. എന്താണ്? ഭരണഘടനയുടെ 101 ഭേദഗതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST നിലവിൽ വന്നു. നമുക്കറിയാം PSC പഠിക്കുന്ന പിള്ളേർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്നാണ് GST നിലവിൽ വന്നത്? 2017 ജൂലൈ 1 ഏത് ഭേദഗതിയാണ്? 101 ഭേദഗതി പ്രകാരമാണ് നിലവിൽ വന്നത്. പലതരത്തിലുള്ള ഒരു നികുതികൾ ഒന്നാക്കി ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയത്തിലൂടെ സമ്പദ് വ്യവസ്ഥ സുതാര്യമാക്കുകയാണ് GSTയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ GSTയിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ എത്രയാണ്? 5, 12, 18, 28 എന്ന് പറയുന്ന പല നിരക്കുകളുണ്ട്. GSTയിൽ നിന്നും ഒഴിവാക്കിയ ഉൽപ്പന്നങ്ങളുണ്ട്. GSTയുടെ ഘടന താഴെ പറയുന്ന പ്രകാരമാണ്. നാം നൽകുന്ന GSTയുടെ 50% സംസ്ഥാന സർക്കാരിനാണ്, 50% കേന്ദ്ര സർക്കാരിനാണ് ലഭിക്കുന്നത്. 20 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികൾ GST രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും നടത്തേണ്ടതാണ്. ഓക്കെ, ഇനി താഴെ കൊടുത്തിട്ടുള്ള കൊളാഷ് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തട്ടിപ്പുകളാണ് അല്ലേ. പണയ സ്വർണം തട്ടിപ്പ്, വീട്ടമ്മയ്ക്ക് ഹോട്ടലുടമ നഷ്ടപരിഹാരം നൽകണം. അതുപോലെ തന്നെ കുറച്ച് തട്ടിപ്പുകൾ, ഓൺലൈൻ വാങ്ങിയ സ്മാർട്ട് വാച്ചിന് നിറം മാറി, അങ്ങനെ കുറച്ച് തട്ടിപ്പുകളൊക്കെ നമുക്ക് കാണുന്നുണ്ട് അല്ലേ. അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ ഇതുപോലുള്ള വാർത്തകൾ നാം ധാരാളമായി കാണാറുണ്ട്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുക, ഉപഭോക്താവ് വഞ്ചിക്കപ്പെടുക എന്നീ സാഹചര്യങ്ങളാണ് ഇത്തരം വാർത്തകളുടെ അടിസ്ഥാനം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെറിയ തോതിലാണെങ്കിലും വളരെ മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. അവ പരിഹരിക്കുന്നതിനായി പല നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം. അപ്പോൾ എന്താണ് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം എന്ന് പറയുന്നത്? 1966 ബോംബെയിൽ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം നിലവിൽ വന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം നിലവിൽ വന്നത് എന്നാണ് 1966
2006 ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേണ്ടി രൂപം കൊണ്ട ഒരു സാമൂഹിക മുന്നേറ്റമാണിത്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേണ്ടി രൂപം കൊണ്ട ഒരു സാമൂഹിക മുന്നേറ്റമാണ് 1966 രൂപീകരിച്ച ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം. ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വിവിധ ഉപഭോക്തൃ സംഘടനകളും വ്യക്തികളുമാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക, തട്ടിപ്പുകളെ തടയുക. അപ്പോൾ എന്തൊക്കെയാണ് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ? പഠിച്ചു വെക്കണം. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക, തട്ടിപ്പുകൾ തടയുക. അവകാശങ്ങൾ സംരക്ഷിക്കുക, തട്ടിപ്പ് തടയുക. ഉപഭോക്താവിനെ ശാക്തീകരിക്കുക, നിയമനിർമ്മാണം നടത്തുക. പരസ്യങ്ങളിൽ സത്യസന്ധമായ വിവരങ്ങളാണ് എന്ന് ഉറപ്പുവരുത്തുക. രാഷ്ട്രീയ വേദികളിൽ ഉപഭോക്താക്കളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക, തട്ടിപ്പുകൾ തടയുക, ഉപഭോക്താവിനെ ശാക്തീകരിക്കുക, നിയമനിർമ്മാണം നടത്തുക. പരസ്യങ്ങളിൽ സത്യസന്ധമായ വിവരങ്ങളാണെന്ന് ഉറപ്പുവരുത്തുക. നിയമനിർമ്മാണം നടത്താനായിട്ട് പറ്റുന്നുണ്ടോ? അതുപോലെ തന്നെ ഉപഭോക്താവിനെ ശാക്തീകരിക്കാം. രാഷ്ട്രീയ വേദികളിൽ ഉപഭോക്താക്കളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക. ചൂഷണങ്ങൾക്കിരയാകാതെ സുഗമമായി ഉപഭോഗം നടത്തുന്നതിന് ഉപഭോക്താക്കൾക്ക് കഴിയേണ്ടതുണ്ട്. ഇതിനായി നിയമസഹായം ആവശ്യമാണ്. 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 1986 ഡിസംബർ 24 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. 1986 ഡിസംബർ 24 എന്ത് വരുന്നത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. 1986 ഡിസംബർ 24 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. 1985 എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് കേട്ടോ. പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതിനുശേഷം നിലവിൽ വന്നത് ചോദിക്കുകയാണെങ്കിൽ 1986 ഡിസംബർ 24. അതിനാൽ തന്നെ എന്നാണ് ദേശീയ ഉപഭോക്തൃ ദിനം? ഡിസംബർ 24. ഡിസംബർ 24 എന്ത് വരുന്നത്? ദേശീയ ഉപഭോക്തൃ ദിനം വരുന്നത് എന്നാണ്. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്നാണ്? ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം എന്ന് പറയുന്നത്. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നോക്കാം. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1986 പാർലമെൻറ്റിലെ ഇരു സഭകളും പാസ്സാക്കിയ നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് അല്ലേ? ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൂടെയാണ്. അപ്പോൾ 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൂടെയാണ് അതിന് കറക്റ്റായിട്ടൊരു നിർവചനം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ അതിന് വേണ്ടിയിട്ട് തന്നെ പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത് കൺസ്യൂമർ കോർട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്ഥാപിച്ചത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൂടെയാണ്. എന്നാൽ ഇത് ഭേദഗതി ചെയ്തിട്ടുണ്ട് കേട്ടോ. 2019 ഇത് ഭേദഗതി ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നിലവിൽ വന്ന പുതിയ സാഹചര്യത്തിൽ ഇത്തരം മേഖലകളിലും ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം അനിവാര്യമായി വന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത്. അപ്പോൾ 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. എന്നാൽ ഓൺലൈനായിട്ടും കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? ഓൺലൈനായിട്ടും നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതും എന്താണ്, ഈ ഉപഭോക്തൃ സംരക്ഷണവുമായിട്ട് അതിലേക്ക് കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ നമുക്ക് കുറേ പരാതികളും കൂടുതലും പരാതികളും വരുന്ന ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളാണ്. അത് വേറെ കാര്യം. അപ്പോൾ ആ ഒരു സംഭവം കൂടി ഓൺലൈനായിട്ടും കൂടെ വന്നപ്പോൾ ഇതിന് വേണ്ടിയിട്ടും കുറച്ച് നിയമങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് 2019 ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തു കേട്ടോ. അപ്പോൾ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരം 2020 ജൂലൈ 20 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഭേദഗതി ചെയ്തിട്ട് നിലവിൽ വന്നത്. ഈ നിയമം ഉപഭോക്താക്കളെ ശാക്തീകരിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, 2019 ഇതെപ്പോഴും PSC
ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 2019 ഭേദഗതി വന്ന കാരണം അത് എടുത്തെടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം. 2019 എന്തൊക്കെ ചെയ്തു? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സ്ഥാപിച്ചു. അപ്പോൾ എന്താണ് ഇവിടെ? അതോറിറ്റി സ്ഥാപിക്കുകയാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സ്ഥാപിച്ചത് 2019 ഭേദഗതിയിലൂടെയാണ്. കൂട്ടിച്ചേർക്കപ്പെട്ടത് ചോദിക്കാറുണ്ട്. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള നിയമങ്ങൾ വന്നു. ഉപഭോക്തൃ തർക്ക പരിഹാര പ്രക്രിയ ലളിതമാക്കുന്നു. മായം കലർന്ന വ്യാജ വസ്തുക്കളുടെ നിർമ്മാണമോ വിൽപ്പനയോ നടത്തുന്നവരെ ശിക്ഷിക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. മായം കലർന്ന വ്യാജ വസ്തുക്കളുടെ നിർമ്മാണമോ വിൽപ്പനയോ നടത്തുന്നവരെ ശിക്ഷിക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നു. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കുവാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നിലവിൽ വന്നു. അതുപോലെ തന്നെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്കും ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള നിയമങ്ങൾ വന്നു. അതുപോലെ തന്നെ തർക്ക പരിഹാര പ്രക്രിയ ലളിതമാക്കി. അതുപോലെ തന്നെ മായം കലർന്ന വ്യാജ വസ്തുക്കളുടെ നിർമ്മാണമോ അല്ലെങ്കിൽ വിൽപ്പനയോ നടത്തുന്നവരെ ശിക്ഷിക്കാനായിട്ട് നിയമവ്യവസ്ഥ ചെയ്തു. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടഞ്ഞു. അതുപോലെ തന്നെ ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കുവാനുള്ള അവകാശം ഉറപ്പുവരുത്തി. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പുറമെ നിശ്ചിത വിഷയങ്ങളിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ചില നിയമങ്ങൾ കൂടി നിലവിലുണ്ട്. ഉദാഹരണമായിട്ട് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായിട്ട് നിലവിൽ എന്താണ്? ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് ആക്ട് 2006 ആണല്ലേ. ഉപഭോക്തൃ സംരക്ഷണ നിയമ പ്രകാരം അല്ലാതെ തന്നെ ചില വസ്തുക്കൾക്ക്, അതായത് ഭക്ഷണത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് എന്താണ്? ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് ആക്ട് 2006 നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും അതല്ലാതെ തന്നെ വേറെയും നിയമങ്ങൾ നിലവിലുണ്ട്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനായിട്ട് നിലവിലുള്ള നിയമങ്ങളെ പറ്റി നാം മനസ്സിലാക്കിയല്ലോ. എന്താണ് ഈ നിയമങ്ങൾ ഉറപ്പു നൽകുന്ന ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ? ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് നമ്മൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞ് തുടങ്ങിയില്ല 1986, അവിടെ തൊട്ട് PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ സുപ്രധാന നിയമങ്ങളൊക്കെ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നതിൽ തന്നെ അല്ലാതെ തന്നെ നമുക്ക് SCERT നിന്നും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ. സുപ്രധാന നിയമങ്ങളിലും വരാം. അതുപോലെ തന്നെ SCERT ഭാഗത്തു നിന്ന് നമുക്ക് PSC ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഈ ഒരു ചാപ്റ്റർ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം പുതിയ SCERT ആയി കാരണം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ആ ഒരു ക്ലാസ്സും കൂടി എന്തായാലും ചെയ്ത് നോക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇത് പഠിച്ചതിന് ശേഷം എന്തായാലും നോക്കാം. ഓക്കെ. അപ്പോൾ എന്തൊക്കെ അവകാശങ്ങളുണ്ട്? സുരക്ഷിതത്വത്തിനുള്ള അവകാശമുണ്ട് അല്ലേ. ജീവനും സ്വത്തിനും അപകടകരമായ സാധന സേവനങ്ങളുടെ വിപണനത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള അവകാശം, അതായത് സുരക്ഷിതത്വത്തിനുള്ള അവകാശമുണ്ട്. ഇനി തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമില്ലേ? മത്സരാധിഷ്ഠിത വിലയിൽ സാധന സേവനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അറിയുവാനുള്ള അവകാശമുണ്ടോ? അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളിൽ നിന്നും ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നതിനായിട്ട് സാധനങ്ങളുടെ ഗുണമേന്മ, അളവ്, പരിശുദ്ധി, വില നിലവാരം എന്നിവ അറിയുവാനുള്ള അവകാശമുണ്ട്. ഇനി പരിഹാരം തേടാനുള്ള അവകാശമുണ്ടോ? ഉണ്ട് അല്ലേ. അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾക്കും ഉപഭോക്തൃ ചൂഷണങ്ങൾക്കുമെതിരെ പരിഹാരം നേടാനുള്ള അവകാശമുണ്ട്. ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, വിവരമുള്ള ഒരു ഉപഭോക്താവിനുള്ള അറിവും വൈദഗ്ധ്യവും നേടാനുള്ള അവകാശം പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സുരക്ഷിതത്വം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, അറിയാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശങ്ങൾ. ഇപ്പോൾ പറഞ്ഞത് 5 അല്ലേ. 5 അവകാശങ്ങൾ പറയുന്നുണ്ട്. ഇനി എന്താണ് ഉപഭോക്തൃ കോടതികൾ എന്ന് പറയുന്നത്? ഉപഭോക്തൃ കോടതികളുടെ ചരിത്രം ആരംഭിക്കുന്നത് 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതോടുകൂടിയാണ്. ഇതോടെ ഉപഭോക്തൃ കോടതികൾ സ്ഥാപിക്കപ്പെടുകയും പരാതികൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനുള്ള ട്രിബ്യൂണലുകൾ രൂപവൽക്കരിക്കുകയും ചെയ്തു. ഉപഭോക്തൃ കോടതികളുടെ 3 തലത്തിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏതൊക്കെയാണ്? സുപ്രീം കോടതി ഉണ്ടോ? നമുക്കറിയാവുന്നതാണ്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, അവിടെ എത്രയാണ്? 1 കോടി രൂപ വരെയുള്ള നഷ്ടപരിഹാരം വരുന്ന കേസുകളാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ വരുന്നത്. ഇനി സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലാണെന്നുണ്ടെങ്കിൽ 1 കോടി മുതൽ 10 കോടി രൂപ വരെയുള്ള കേസുകൾ വരുന്നുണ്ട്. 1 കോടി മുതൽ 10 കോടി രൂപ വരെയുള്ള കേസുകൾ വരുന്നുണ്ട്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണെന്നുണ്ടെങ്കിൽ 10 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം വരുന്ന കേസുകളാണ്. അപ്പോൾ
അപ്പോൾ ജില്ലാ, സംസ്ഥാനം, ദേശീയം എന്ന് പറയുന്നതാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉള്ളത് അല്ലേ. ജില്ലയിലാണെങ്കിൽ 1 കോടി രൂപ വരെയാണ്, സംസ്ഥാനത്താണെങ്കിൽ 1 കോടി മുതൽ 10 കോടി വരെയാണ്, ദേശീയമാണെങ്കിൽ 10 കോടിക്ക് മുകളിലാണ്. ഓക്കെ. ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭിക്കുന്നതിന് ഉപഭോക്തൃ കോടതികൾ നിർണായക പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിലാകമാനം 600-ലധികം ജില്ലാ ഫോറങ്ങളും 35 സംസ്ഥാന കമ്മീഷനുകളും നിലവിലുണ്ട്. ഇതിനെല്ലാം മുകളിലായി നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ടസ് റിഡ്രസൽ കമ്മീഷൻ NCDRC എന്ന അപ്പെക്സ് ബോഡിയും ഉണ്ട്. ഓക്കെ. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ ത്രിതല ഉപദേശക സമിതികളും നിലവിലുണ്ട്. അപ്പോൾ കോടതിയുണ്ട്, ഉപദേശ സമിതിയുണ്ട്. അതൊക്കെയാണ് ജില്ലയിലും സംസ്ഥാനത്തും ദേശീയത്തിലും സംരക്ഷണ കൗൺസിൽസ് ഉണ്ട്. അതാണ് പറയുന്നത് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. അതത് സർക്കാരുകളുടെ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശം നൽകുക എന്നതാണ് ഈ സമിതികളുടെ ധർമ്മം. അതായത് ഈ സംരക്ഷണ കൗൺസിലിനൊക്കെ ധർമ്മം എന്താണ്? ഉപദേശം നൽകാൻ അല്ലേ. ഈ സർക്കാരുകൾക്ക് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശം നൽകുക എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ടസ് റിഡ്രസൽ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു അപ്പെക്സ് ബോഡി ഇതിനുണ്ട്. 600-ലധികം ജില്ലാ ഫോറങ്ങളുണ്ട്. അതുപോലെ തന്നെ 35 സംസ്ഥാന കമ്മീഷനുകളും നിലവിലുണ്ട്. ഇനി വിവിധ തരം കബളിപ്പിക്കലുകളും അവ പരിഹരിക്കാനായി സമീപിക്കാവുന്ന സ്ഥാപനങ്ങളും മാർഗങ്ങളാണ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും തട്ടിപ്പിൽ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളാണെന്നുണ്ടെങ്കിൽ UGC, AICTE, സ്റ്റേറ്റ് ബോർഡ് എന്നിവയുമായി ബന്ധപ്പെടാം. ഉപഭോക്തൃ ഫോറത്തിൽ സമീപിക്കാം. പോലീസിൽ പരാതി നൽകാം. വിദ്യാഭ്യാസ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെടാം. അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. നെക്സ്റ്റ്, ആരോഗ്യരംഗത്ത് കബളിപ്പിക്കലാണെന്നുണ്ടെങ്കിലോ സ്റ്റേറ്റ് നാഷണൽ മെഡിക്കൽ കൗൺസിലിലെ ഗ്രീവറൻസ് പോർട്ടൽ വഴി പരാതി നൽകാം. ആരോഗ്യ വിഭാഗം ഡയറക്ടർക്ക് റിപ്പോർട്ട് സഹിതം പരാതിപ്പെടാം. ഗുരുതരമായ ആരോഗ്യ തട്ടിപ്പുകൾക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യാം. ആരോഗ്യ സേതു ആപ്പ് വഴി പരാതി നൽകാം. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് നടത്തുന്ന പറ്റിക്കലാണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ടറേറ്റ് ഓഫ് എമിഗ്രൻസ് വഴി പരാതിപ്പെടാം. IPC സെക്ഷൻ 420 പ്രകാരം കേസ് ഫയൽ ചെയ്യാം. വിദേശത്ത് എത്തിയ ശേഷമാണ് പറ്റിക്കപ്പെട്ടതെങ്കിൽ ഇന്ത്യൻ എംബസി ഹൈ കമ്മീഷനിൽ പരാതി സമർപ്പിക്കാം. പ്രവാസി ഭാരതീയ സഹായത കേന്ദ്രവുമായി ബന്ധപ്പെടാം. ഇനി ഓൺലൈൻ തട്ടിപ്പുകളാണെന്നുണ്ടെങ്കിൽ സൈബർ ക്രൈം സെല്ലിൽ പരാതിപ്പെടാം. CERT ഇൻ എന്ന പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യുക. ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ വഴിയോ അല്ലെങ്കിൽ തന്ന അഡ്രസ്സ് വഴിയോ പരാതി സമർപ്പിക്കാം. ബാങ്കിങ് രംഗത്തെ കബളിപ്പിക്കലാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസത്തെ ബ്രാഞ്ച് മാനേജറിനെ സമീപിക്കാം. 30 ദിവസത്തിനുള്ളിൽ ബാങ്ക് മറുപടി തരാത്ത പക്ഷം ഓംബുഡ്സ്മാനെ സമീപിക്കാം. ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ ടോൾ ഫ്രീ നമ്പറും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. ഈ പരാതി എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്? ഒരു ഉപഭോക്താവ് കബളിപ്പിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട ഓഫീസിലോ ഉപഭോക്തൃ കോടതികളിലോ പരാതി നൽകാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞില്ല, ഓഫീസിലാണെന്നുണ്ടെങ്കിൽ കോടതികളിലാണെങ്കിലും പരാതി നൽകാം. പരാതിയുള്ള ഏതൊരാൾക്കും വെള്ള പേപ്പറിൽ പരാതി വിശദമായി എഴുതി ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. പരാതിയോടൊപ്പം തെളിവായി ആവശ്യമായ രേഖകളും ചേർക്കേണ്ടതാണ്. ഇവിടെയാണ് സാധന സാമഗ്രികൾ വാങ്ങുമ്പോൾ ബില്ല് ചോദിച്ച് വാങ്ങേണ്ടതിൻ്റെ പ്രസക്തി വ്യക്തമാക്കുന്നത്. നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തും കൂടി ആവശ്യം വേണ്ടി വരും? ബില്ലും കൂടി ആവശ്യം വേണ്ടി വരും. അത് കാരണമാണ് ബില്ല് എല്ലാവരോടും ചോദിച്ച് വാങ്ങണമെന്ന് പറയുന്നത്. ഇനി ഗുണമേന്മ ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് എന്താണ്? ISI മാർക്കാണ്. നോക്കി നോക്കൂ കേട്ടോ. ഇനി സാധനങ്ങൾ വാങ്ങുമ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്ന ായിട്ട് ISI മുദ്ര നൽകുന്നുണ്ട് അല്ലേ. വൈദ്യുത ഉപകരണങ്ങൾ, സിമെൻറ്റ്, പേപ്പർ, പെയിൻറ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ വ്യാവസായിക ഉൽപ്പന്നങ്ങളിലാണ് ഈ ISI മാർക്ക് കാണപ്പെടുന്നത്. ഇതിലൊക്കെയാണ് വൈദ്യുത ഉപകരണങ്ങൾ, സിമെൻറ്റ്, പേപ്പർ, പെയിൻറ്, ഗ്യാസ് സിലിണ്ടർ. ഇനി അക്മാർക്ക് കണ്ടിട്ടുണ്ടോ? ഏതിലാണ്? കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിനാണ് അക്മാർക്ക് ഉപയോഗിക്കുന്നത്. സായ ആണെങ്കിൽ ഭക്ഷ്യസുരക്ഷയാണ് ഉറപ്പാക്കുന്നത്. ഉപഭോക്താക്കളെ ബോധവാന്മാരാക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ഉൽപ്പന്നങ്ങളുടെ ലേബലിന് മേൽ മുകളിൽ സൂചിപ്പിച്ചതുപോലെ ചില ചിഹ്നങ്ങൾ കൊടുക്കാറുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് നോക്കിയേ. ഇത്തരം ചിഹ്നങ്ങൾ കൂടാതെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ സൂചിപ്പിക്കുന്ന മറ്റ് പല ചിഹ്നങ്ങളുണ്ട് അല്ലേ. നോക്കി ഒരു പച്ച മാർക്കൊക്കെ എന്താണ്? എന്നാൽ ഇതിങ്ങനെ ഗുണമേന്മ സൂചിപ്പിക്കുന്നതാണ്. ഇനി പറയുന്നത്
എന്താണ് അശ്രദ്ധയും അറിവില്ലായ്മയും കബളിപ്പിക്കപ്പെടലാണ്. നമ്മൾ എന്തുകൊണ്ടാണ് കബളിപ്പിക്കപ്പെടുന്നുണ്ടായിരിക്കുക? രക്ഷിതാക്കളുടെ സഹായത്തോടെ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി മാർക്ക് ചെയ്യാം കേട്ടോ. സാധന സേവനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ എന്തൊക്കെ നമ്മൾ സ്വതവേ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് സാധന സേവനങ്ങൾ വാങ്ങുമ്പോൾ അളവ് തൂക്കം ശരിയാണെന്ന് പരിശോധിക്കാറുണ്ടോ? ഉണ്ടോ? ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും അല്ലേ? വാങ്ങുന്ന ഉൽപ്പന്നത്തിന് പരമാവധി കാലയളവ് നിരീക്ഷിച്ചിട്ടുണ്ടോ? എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ടോ? അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് നമ്മൾ അത് ചെയ്യാറുണ്ടോ എന്ന് വീട്ടിലെ രക്ഷിതാക്കളോട് ചോദിച്ചിട്ടൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഇനി എന്താണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ അവകാശങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും തിരഞ്ഞെടുപ്പ്, വിപണിയിലെ വ്യത്യാസങ്ങൾ, ഉപഭോക്തൃ നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് അറിവ് നൽകുന്നതാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലേ? എന്താണ് ഈ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ഉപഭോക്തൃ ഉത്തരവാദിത്തങ്ങൾ ബോധമാക്കുക, വ്യാപാരത്തിൽ പ്രത്യേകിച്ച് ഓൺലൈൻ വ്യാപാരത്തിൽ സുരക്ഷ ഉറപ്പാക്കുക, വിപണിയിലെ ധാർമ്മികതയും ചട്ടങ്ങളും തിരിച്ചറിയുക, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക, ഉപഭോക്തൃ നീതി പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ഉപഭോക്തൃ ഉത്തരവാദിത്തങ്ങൾ ബോധ്യമാക്കുക, വ്യാപാരത്തിൽ പ്രത്യേകിച്ച് ഓൺലൈൻ വ്യാപാരത്തിൽ സുരക്ഷ ഉറപ്പാക്കുക, വിപണിയിലെ ധാർമ്മികതയും ചട്ടങ്ങളും തിരിച്ചറിയുക, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, അതുപോലെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക, ഉപഭോക്തൃ നീതി പ്രോത്സാഹിപ്പിക്കുക. ഉപഭോക്തൃ വിദ്യാഭ്യാസം ഉപഭോക്താക്കളിൽ ബോധവൽക്കരണം ഉറപ്പാക്കുകയും സ്വയം സുരക്ഷാ മൂല്യം ഉയർത്തുകയും ചെയ്യുന്നു. ഇത് തട്ടിപ്പുകളിൽ നിന്നും തെറ്റായ ഇടപാടുകളിൽ നിന്നും സുരക്ഷിതരാകാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്നു. ഓക്കെ, ഇനി എന്താണ് ഉണരൂ ഉപഭോക്താവെ ഉണരൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കുറച്ചൊക്കെ ഇതൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ? നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ എത്രയാണ്? 1800 11 4000 എന്ന് പറയുന്നതാണ് അല്ലേ? ഉപഭോക്തൃ ഇവിടെ നമുക്ക് സംസ്ഥാന കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ളതൊക്കെ തന്നിട്ടുണ്ട്. വെബ്സൈറ്റും ടോൾ ഫ്രീ നമ്പറൊക്കെ നോക്കാം. ഉപഭോക്താക്കൾ തങ്ങളുടെ അവകാശങ്ങൾ അറിയുന്നതിനോടൊപ്പം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ട് പരിഹാരം കാണാൻ പ്രാപ്തരാക്കേണ്ടതുണ്ട്. ആവശ്യമുള്ള സാധന സേവനങ്ങൾ മാത്രം ഉപഭോഗം നടത്തുന്ന മനോഭാവം നമ്മൾ വളർത്തേണ്ടതുണ്ട്. ഇത് സാധന സേവനങ്ങൾ ലഭ്യമല്ലാത്ത ജനസമൂഹത്തിന് ഇവ ലഭിക്കുവാനുള്ള അവസരമാണ് ഒരുക്കുന്നത്. ഇതുവഴി സുസ്ഥിര ഉപഭോഗവും വികസനവും കൈവരിക്കാം. ഉൽപാദകരും ഉപഭോക്താക്കളും ബന്ധപ്പെടുന്ന വ്യാപാര മേഖലയിൽ നൈതികത ഉറപ്പാക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് വലിയ പങ്കാണുള്ളത്. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിച്ച പൗരബോധമുള്ള ഒരു സമൂഹത്തിൻ്റെ ഇടപെടൽ ഉപഭോക്തൃ സംരക്ഷണത്തിൽ ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ PSC പഠിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം ഞാൻ പറഞ്ഞ ആ ഒരു 2 ക്ലാസ് കൂടിയും പോയി കാണാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഭാഗത്ത് നിന്ന് PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അപ്പോൾ നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.